റിഡക്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ്റെ ചാനൽ നമ്മൾ കാണാറുണ്ട്. ഈ ക്വാണ്ടം മെക്കാനിക്സിനെയും ഫിസിക്സിനെയും കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ടാകും. മാത്രമല്ല സീമാൻ സെബാസ്റ്റ്യൻ്റെ ഭയങ്കര ഫാനാണ്. ഈ മെനി വേർഡ്സ് ഇൻ്റർപ്രിട്ടേഷനും ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫീലാണ്. അപ്പം സീമാനാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനൊരു കൊളാബ് പ്രൊജക്റ്റ് ചെയ്യാമെന്ന് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച്. കാരണം ക്വാണ്ടം മെക്കാനിക്സ് എന്താണ്, ക്വാണ്ടം മെക്കാനിക്സ് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. മാത്രമല്ല ഇതിനെ ചുറ്റിപ്പറ്റി കുറേ സൂഡോ സയൻസ് ഒരു കോമൺ ഫോക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ പുഷ് ആവുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു അഡ്രസ്സ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സെബാസ്റ്റ്യൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരുമോ? ഓക്കെ, ഇപ്പൊ നിലവിൽ ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഗസ്റ്റ് ലെക്ചർ ആയിട്ട്. അപ്പോൾ അവിടെ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്ട്സിലൊന്ന് ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ഓരോ തവണ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും എക്സൈറ്റിംഗ് ആയിട്ടുള്ള, എപ്പോഴും കൺഫ്യൂസിങ് ആകാൻ സാധ്യതയുള്ള വേറൊരു പേപ്പറും കൂടെ ഉണ്ട്. അത് റിലേറ്റിവിറ്റിയാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ഈ ഫിസിക്സിൻ്റെ ലോകം ഇത് മാറി, ക്ലാസിക്കലിൽ നിന്ന് മാറി ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്താണ്, ഇത്രയും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ? ഓക്കെ, അപ്പോൾ അത് ശരിക്കും ഫിസിക്സിൽ നമ്മൾ കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്യും, ഓരോ ലെവലിലുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക ടു ആൻ എക്സ്റ്റെന്റ്. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം വരെ ചെയ്തിരുന്ന എല്ലാ എക്സ്പെരിമെന്റ്സും ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ലോജിക്കൽ ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, ഒരു ലോജിക്കൽ ഫ്രെയിം വർക്ക് ആണ്. ഈ ലോജിക്കൽ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പലതരം സിസ്റ്റംസിനെ കുറിച്ചുള്ള തിയറീസ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഗ്രാവിറ്റിയെ കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ മെക്കാനിക്കൽ തിയറിയാണ്. അതുപോലെ ന്യൂട്ടൺസ് തിയറി ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ചുള്ള അതിന് മുൻപുള്ള ഒരു ക്ലാസിക്കൽ മെക്കാനിക്കൽ തിയറിയാണ്. ഇനി ഫീൽഡ്സ് എന്ന് പറഞ്ഞ എൻറ്റിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഫീൽഡ്സിനെ കുറിച്ചും ഈ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഫ്രെയിം വർക്കിൽ നിന്ന് നമുക്ക് തിയറീസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയും, മാക്സ്വെൽസ് തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആറ്റോമിക് സബാറ്റോമിക് ലെവലുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ നിന്ന് കിട്ടിയ ഡാറ്റ വിശദീകരിക്കാൻ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞ നേച്ചർ ഫോഴ്സ് ചെയ്തതാണ്, നമ്മളെ ഒരു വേറെ രീതിയിൽ ചിന്തിച്ചു തുടങ്ങാൻ നേച്ചർ ഫോഴ്സ് ചെയ്തതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു ലോജിക്കൽ ഫ്രെയിം വർക്കിലേക്ക് പോകില്ലായിരുന്നു. അപ്പൊ ഈ ക്ലാസിക്കൽ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ ലോജിക്കൽ ഫ്രെയിം വർക്കാണ്. ഈ ലോജിക്കൽ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നേച്ചറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ വിവിധ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള തിയറീസ് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. പാർട്ടിക്കിൾസിനെ കുറിച്ചോ ഫീൽഡ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻറ്റിറ്റിയെ കുറിച്ചോ. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് തിയറി എന്നുള്ളതിനേക്കാളും നേച്ചറിനെ കുറിച്ചുള്ള തിയറീസ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ലോജിക്കൽ ഫ്രെയിം വർക്ക് ആണെന്ന് പറയാം. ഇറ്റ്സ് ആൻ അണ്ടർലൈങ് ലോജിക് എന്ന് പറയാം. അത് ഇറ്റ് വാസ് ഫോഴ്സ്ഡ് അപ്പോൺ us ബൈ നേച്ചർ എന്ന് പറയുന്നതാണ് ശരി. ഓക്കെ, അപ്പം ഈ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, നോബഡി അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ്, അല്ലെങ്കിൽ ഇഫ് യു തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ് ദെൻ യു ഡോണ്ട്, അങ്ങനെയൊക്കെയുള്ള പല കോട്സുകൾ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഈ കൺസെൻസസ് കിട്ടാത്തതിന്റെ കാരണം എന്താണ്? വൈ ഇസ് ദാറ്റ് എവരിവൺ ഈസ് സീയിങ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്? ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത് നമ്മുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസിന്റെ പുറത്തുള്ള ഒരു ലോകത്താണ് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ ആക്ച്വലി പെർമനന്റ് ആയിട്ട് കാണുന്നത്. നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ലോകത്തിലെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ നിയമങ്ങൾ മതി, ദേ വർക്ക് ക്വൈറ്റ് വെൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ലോകം ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ലോജിക്കലായിട്ട് സംസാരിക്കുക, എങ്ങനെയാണ് അതിനെ വിവരിക്കുക എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. ക്ലാസിക്കൽ ഫിസിക്സിൽ നിന്ന് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പീരിയൻസിന്റെ പുറത്തായതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇത് വിശദീകരിക്കാൻ ശ്രമിച്ച പലതരം പ്രശ്നങ്ങളിലേക്ക് എത്തുകയാണ്. ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഇഷ്യൂ. അപ്പൊ നമുക്ക് ശരിക്കും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ട്. ക്വാണ്ടം മെക്കാനിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിന്റെ പ്രഡിക്ഷൻസ് വളരെ വളരെ അക്യുറേറ്റ് ആണ്. ഈ തിയറി എങ്ങനെ ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലെ നേച്ചർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റൽ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പ്രഡിക്ഷൻസ് മുന്നോട്ട് വയ്ക്കാൻ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കറിയാം. വി അണ്ടർസ്റ്റാൻഡ് ദ മാത്തമാറ്റിക്സ്, വി അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ്.
നമുക്ക് മനസ്സിലാത്ത കാര്യം ഈ മാത്തമാറ്റിക്സ് ആക്ച്വലി നേച്ചറിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ കുറച്ചുകൂടെ ഫണ്ടമെന്റൽ ആയിട്ട് ചിലർ ചോദിക്കും, ഡസ് ഇറ്റ് ആക്ച്വലി സേ എനിത്തിങ് അബൌട്ട് നേച്ചർ? ഇഫ് അറ്റ് ഓൾ ഇറ്റ് സേസ് സംതിങ് അബൌട്ട് നേച്ചർ, വാട്ട് ഡസ് ഇറ്റ് എക്സാക്ട്ലി സേ അബൌട്ട് നേച്ചർ? ഇതാണ് പ്രശ്നം. അപ്പോൾ ഇലക്ട്രോണിനെ കുറിച്ച് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് പറയുന്നത്? ഇലക്ട്രോൺസിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻസ് മുന്നോട്ടേക്ക് നമുക്ക് തിയറി ഉപയോഗിക്കാം, പക്ഷെ എങ്ങനെയാണ് ആക്ച്വലി ഇലക്ട്രോൺ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയാൻ, അത് ഈ തിയറി നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. വി ഡോണ്ട് നോ ഹൗ ടു ഇന്റർപ്രറ്റ് ഇറ്റ്. ഓക്കെ, അതായത് ഒരു ഓണ്ടോളജി ഉണ്ടോ, ഒരു ക്വാണ്ടം വേൾഡിന്റെ ഓണ്ടോളജി എന്താണ്, ഇതാണ് നമുക്ക് അറിയാത്തത്. ഇനി എന്റെ ചോദ്യം ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ക്വാണ്ടം മെക്കാനിക്സിൽ? ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷനും ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന ഫീൽഡിലേക്ക് ആണ് സയൻസിന്റെ ലോകം പോകാനുള്ള റിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് എനിക്ക് ഒന്ന് ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങണം എന്ന് തോന്നുന്നു. ഫിസിക്സിന്റെ മെയിൻ പ്രീഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിലവിലുള്ള സ്ഥിതി അറിയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ള പറയുകയാണ് ഫിസിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം, മെയിൻ ആയിട്ടുള്ള പ്രീഓക്യുപ്പേഷൻ അതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പാർട്ടിക്കിൾ, നമുക്കൊരു പാർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോൾ ഉണ്ട്, ബോളിന്റെ നിലവിലുള്ള സ്പീഡ് നമുക്കറിയാം, അത് എവിടെയാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് എവിടേക്കായിരിക്കും പോകും, എങ്ങനെയായിരിക്കും പോകും, അത് ഫോളോ ചെയ്യുന്ന ട്രജക്ടറി എന്തായിരിക്കും, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫിസിക്സിൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ചെയ്യുന്നത് ഇത് പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ചില ഡൈനാമിക്കൽ ഇക്വേഷൻസ് ഉണ്ട്, ചില ഡൈനാമിക്കൽ ലോസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ന്യൂട്ടൺസ് ഇക്വേഷൻസ് എല്ലാവർക്കും പരിചയമുണ്ട്. എഫ് ഈക്വൽ ടു എം എ. എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലാസിക്കൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ക്ലാസിക്കൽ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ, ക്ലാസിക്കൽ ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് സമയത്തിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുക, സമയത്തിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു തരുന്ന ഒരു ഇക്വേഷനാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. റഫായിട്ട് മലയാളത്തിലേക്ക് അതിന് അവസ്ഥ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിലവിലുള്ള അവസ്ഥ എന്താണ്, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ്. നിലവിലുള്ള അവസ്ഥ അറിയുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞുള്ള അവസ്ഥ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കുറച്ച് കഴിഞ്ഞുള്ള അവസ്ഥ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇതാണ് ഡൈനാമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ക്ലാസിക്കൽ ഫിസിക്സിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഫിസിക്സിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിളിന്റെ ഫ്യൂച്ചർ ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പാർട്ടിക്കിളിനെ കുറിച്ച് എന്തൊക്കെ അറിവ് നമുക്ക് ആവശ്യമുണ്ട്, എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ട്, ഇതിനാണ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫിസിക്സ് കുറച്ച് പഠിച്ചവർക്ക് അറിയാം, സിസ്റ്റത്തിന്റെ പൊസിഷനും വെലോസിറ്റിയും, അത് എവിടെയാണെന്നുള്ളതും എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ അത് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് ന്യൂട്ടന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, സിസ്റ്റത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, അതുപോലെ ഡൈനാമിക്കൽ ഇക്വേഷൻ. ഡൈനാമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ആഡ് ചെയ്യട്ടെ. ഇനിയും ഈ രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുക, പക്ഷേ ഫ്യൂച്ചർ മാത്രമല്ല പാസ്റ്റും കണ്ടുപിടിക്കാം. അതായത് നിലവിലുള്ള സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് അറിയാമെങ്കിൽ അത് എവിടെ നിന്നാണ് വന്നത്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ഈ ഫണ്ടമെന്റൽ ഇക്വേഷൻസ്, ഫിസിക്സിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻസിൽ ഫ്യൂച്ചർ പാസ്റ്റ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ല. പക്ഷെ എളുപ്പത്തിന് വേണ്ടി ഫ്യൂച്ചർ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു പോകാം. ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരികയാണെങ്കിൽ, ക്ലാസിക്കൽ മെക്കാനിക്സിലെ ന്യൂട്ടന്റെ ഇക്വേഷൻ ഉള്ളതുപോലെ അവിടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡൈനാമിക്കൽ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഡൈനാമിക്കൽ നിയമമാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഷ്രോഡിംഗർ ഇക്വേഷൻ ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിന്റെ, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ, സിസ്റ്റം എന്ന് പറയുന്ന പാർട്ടിക്കിളോ ഫീൽഡോ എന്ത് വേണമെങ്കിലും ആവാം, വാട്ട് എവർ വി വാണ്ട് ടു സ്റ്റഡി. അപ്പൊ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ്, ഫിസിക്കൽ സ്റ്റേറ്റ് ഏതെങ്കിലും സമയത്ത് നമുക്ക് അറിയാമെങ്കിൽ മറ്റേതൊരു സമയത്തുള്ള സ്റ്റേറ്റും ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റേറ്റിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു എന്നുള്ളത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഫണ്ടമെന്റലി ഡിഫറെന്റ് ആണ് ക്വാണ്ടം മെക്കാനിക്സിൽ. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കൊരു പാർട്ടിക്കിളിന്റെ പൊസിഷനും അതിന്റെ വെലോസിറ്റിയും പറയുകയാണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ആയി. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇലക്ട്രോണിന്റെ പൊസിഷനും മൊമെന്റം, വെലോസിറ്റി എന്നുള്ളതിന് പകരം കുറച്ചുകൂടെ നല്ലത് മൊമെന്റം എന്ന് പറയുന്നതാണ്. പൊസിഷനും മൊമെന്റും അല്ല നമ്മൾ പറയുന്നത്. പകരം സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ വേറെ തരം മാത്തമാറ്റിക്കൽ എൻറ്റിറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, ക്ലാസിക്കൽ മെക്കാനിക്സിൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പൊസിഷനും വെലോസിറ്റിയും അല്ലെ പൊസിഷനും മൊമെന്റും ഉണ്ട്. ക്വാണ്ടം മെക്കാനിക്സിന് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യാം, പക്ഷെ പൊസിഷനും മൊമെന്റും ഉപയോഗിച്ചല്ല, പകരം വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ പുതിയൊരു വേറെ എൻറ്റിറ്റി ഉപയോഗിച്ചാണ്. സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ്. വേവ് ഫംഗ്ഷൻ സമയത്തിൽ എങ്ങനെ ഇവോൾവ് ചെയ്യും, വേറെ ഇത് പറഞ്ഞൊരു ക്വാണ്ടം സിസ്റ്റം സമയത്തിനനുസരിച്ച് എങ്ങനെ മാറും എന്ന് പറഞ്ഞു തരുന്ന ഇക്വേഷനാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ, ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ.
ഇതുമായിട്ട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അതെ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്താണ് നമ്മളോട് പറയുന്നത്? ഓക്കെ. അപ്പൊ അത് സ്ലൈഡ്സ് ഉപയോഗിച്ച് വിശദീകരിച്ചാൽ ഇതാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇത് വളരെ സിംപ്ലിഫൈഡ് ആയിരിക്കും പറയുന്നത്. അപ്പൊ അതിൽ കുറച്ച് സ്ലോപ്പി ആയിരിക്കും, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിട്ടുകളയും. ഒരുപാട് കാര്യങ്ങൾ ക്രൗഡ് ചെയ്തത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ വിട്ടു പറയും, കുറച്ച് സ്ലോപ്പി ആയിട്ടായിരിക്കും പറയുക. ഓക്കെ, ജസ്റ്റ് ടു കൺവേ ദ ബേസിക് ഐഡിയ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സ് വാസ് ഫോഴ്സ്ഡ് അപ്പോൺ ബൈ നേച്ചർ. ഇറ്റ് വാസ് ഫോഴ്സ്ഡ് അപ്പോൺ ദ സയന്റിഫിക് വേൾഡ് ബൈ നേച്ചർ. നേച്ചറിൽ നടക്കുന്ന ചില കാര്യങ്ങൾ വിവരിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് മതിയാവില്ല എന്നുണ്ട്. അപ്പോൾ അതായത് ചിലതരം എക്സ്പെരിമെന്റ്സ് നടത്തി നോക്കിയപ്പോൾ അതിന്റെ റിസൾട്ട്സ്, ആ എക്സ്പെരിമെന്റ്സിൽ കിട്ടുന്ന റിസൾട്ട്സ് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ലോജിക് ഉപയോഗിച്ച് വിശദീകരിക്കാൻ പറ്റാതെ വന്നു. അപ്പൊ ഇത്തരം എക്സ്പെരിമെന്റ്സിനെല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ എക്സ്പെരിമെന്റ് റെപ്രസെന്റ് ചെയ്യാം. അതാണ് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും റിച്ചാർഡ് ഫൈൻമാൻ പോപ്പുലറൈസ് ചെയ്ത ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ തോട്ട് എക്സ്പെരിമെന്റ് എന്നുള്ള ലെവലിൽ തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, പക്ഷെ ആക്ച്വലി ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ റിസൾട്ട്സ് വരുന്നത്. ഓക്കെ, നമുക്ക് തോട്ട് എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ തന്നെ സംസാരിച്ചു തുടങ്ങാം. അപ്പൊ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ക്ലാസിക്കൽ ഓബ്ജക്ട്സ് ഉപയോഗിച്ച് ഡബിൾ സ്ലിറ്റ് പരീക്ഷണം നടത്തി നോക്കാം. അപ്പൊ നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ ഡബിൾ സ്ലിറ്റ് ഉണ്ട്, 2 വിടവുകളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആദ്യം ക്ലാസിക്കൽ ഓബ്ജക്ട്സ് ഉപയോഗിച്ച് അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റും അതുപോലെ ഒരു സ്ക്രീനും വേണം. നമുക്ക് വേണ്ടത് ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റും ഒരു സ്ക്രീനുമാണ്. നമുക്ക് ക്ലാസിക്കൽ ആയിട്ടുള്ള ഓബ്ജക്ട്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മെഷീൻ ഗണ്ണിൽ നിന്നുള്ള സ്റ്റീൽ ബോൾസ്, വെടിയുണ്ടകൾ, ഇതൊരു ഡബിൾ സ്ലിറ്റ് ക്രമീകരണത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. നമ്മളിവിടെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, ഒരു ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റിലേക്ക് ഒരു മെഷീൻ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത് തന്നെയാണ്. ഒന്നാമത്തെ സ്ലിറ്റിന്റെ പുറകിൽ കുറച്ച് വെടിയുണ്ടകൾ പതിക്കും. അപ്പൊ ഈ ഭിത്തിയിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഇപ്പൊ ആ ഹോൾസിന്റെ ആകത്തുകയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് വളരെ റഫായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്, ആദ്യത്തെ സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന വെടിയുണ്ടകൾ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്യും. അതുപോലെ രണ്ടാമത്തെ സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന വെടിയുണ്ടകൾ രണ്ടാമത്തെ സ്ലിറ്റിന്റെ പുറകിലായിട്ട് ഈ രീതിയിലൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോം ചെയ്യുക. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന കുറച്ചുകൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇതിനെ വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. റെപ്രസെന്റേഷൻ പറഞ്ഞാൽ ക്ലിയർ ആവും. നമ്മൾ ചെയ്യുന്നത് ഇവിടെ വീണ്ടും മെഷീൻ, ഇതേ എക്സ്പെരിമെന്റ് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഇതേ എക്സ്പെരിമെന്റ് തന്നെയാണ് വിവരിക്കുന്നത്. ഇവിടെ മെഷീൻ ഗൺ വെക്കുക, ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി സ്ക്രീനിൽ ഈ ഡിഫറെന്റ് ഡോട്ട്സ് എന്യൂമറേറ്റ് ചെയ്യുന്നതിന് പകരം ഓരോ പോയിന്റിലും എത്ര ഹോൾസ് ഉണ്ടാകുന്നു എന്നുള്ളത് കൗണ്ട് ചെയ്യുക. ഓരോ പോയിന്റിലും എത്ര ഹോൾസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എത്ര വെടിയുണ്ടകൾ വന്ന് പതിക്കുന്നു എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യുക. ഒരു പോയിന്റിലല്ല, ആക്ച്വലി ഒരു ലൈനിൽ. ഓക്കെ, എന്നിട്ട് അതൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ചിത്രം കാണിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ വെടിയുണ്ടകൾ വന്നിട്ടുണ്ട്. എക്സാക്ട്ലി ആ സ്ക്രീനിന്റെ അല്ലെങ്കിൽ ഡബിൾ സ്ലിറ്റിന്റെ നേരെ പുറകിലുള്ള ഭാഗത്തായിരിക്കും. അതേസമയം ആ സ്ലിറ്റിന്റെ 2 സൈഡിലേക്കും പോകുമ്പോൾ, ഒരു സിംഗിൾ സ്ലിറ്റ് എടുത്തിട്ട് അതിന്റെ 2 സൈഡിലേക്കും പോകുമ്പോൾ വെടിയുണ്ടകളുടെ എണ്ണം കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഈ ഒരു ഗ്രാഫിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഇതിനെ ഒബ്സർവ്ഡ് പാറ്റേൺ എന്നാണ് പറയുന്നത്. അതായത് വെടിയുണ്ടകൾ സ്ക്രീനിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു പ്ലോട്ടാണിത്. അപ്പൊ ഈ പ്ലോട്ടിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഗ്രാഫിന്റെ ഹൈറ്റ് സൂചിപ്പിക്കുന്നത് അവിടെ എത്തിയിട്ടുള്ള നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ആണ്. അത് വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇറ്റ്സ് ജസ്റ്റ് ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ്. അപ്പൊ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് കുറവാണ്, ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഉണ്ട്, എക്സെട്ര. അപ്പൊ ഈ രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇനി നമ്മൾ ഉപയോഗിക്കുക. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഈ ക്വാണ്ടം മെക്കാനിക്കൽ ലോകത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമുക്ക് ഇലക്ട്രോണുകൾ എടുക്കാം. അപ്പൊ ഇലക്ട്രോണുകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ആദ്യം തന്നെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനാണ് നമുക്ക് ആദ്യം സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നടത്തി നോക്കാം. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പറയുന്നത് ഒരു സ്ലിറ്റ് നമ്മൾ അടച്ചു വെക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ സ്ലിറ്റിലൂടെ മാത്രം, സ്ലിറ്റ് 1 എന്ന് പറയുന്ന ആദ്യത്തെ സ്ലിറ്റിലൂടെ മാത്രം ഇലക്ട്രോണുകളെ കടത്തിവിടുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്ലിറ്റ് 1ന്റെ പുറകിൽ നമുക്ക് ഈ രീതിയിലുള്ള റഫ്ലി ഈ രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ, എക്സാക്ട്ലി സ്ലിറ്റിന്റെ നടുക്ക് ഉള്ള റീജിയണിൽ അല്ലെങ്കിൽ സിമെട്രിക് ആയിട്ടുള്ള റീജിയണിൽ കൂടുതൽ ഇലക്ട്രോണുകൾ വന്ന് പതിക്കുന്നതായിട്ട് കാണാൻ കഴിയും.
രണ്ട് സൈഡിലേക്കും കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ കഴിയും. ഇപ്പൊ ഇലക്ട്രോണുകൾ വന്ന് പതിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ക്രീനിലെ ഇലക്ട്രോണുകൾ ആക്ച്വലി ഒരു ഡോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. സ്ക്രീനിൽ വന്ന് പതിച്ചിട്ട് ഒരു ഡോട്ട് ഉണ്ടാകുകയാണ്. ഒരു ഇലക്ട്രോൺ വന്ന് സ്ക്രീനിൽ പതിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡോട്ടാണ് ഉണ്ടാകുക, അടുത്ത ഇലക്ട്രോൺ വരുമ്പോൾ ഇങ്ങനെ ഒരു ഡോട്ടാണ് ഉണ്ടാകുക. ഈ നമ്പർ ഓഫ് ഡോട്ട്സ് ഓരോ റീജിയനിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതിൽ സ്ലിറ്റ് 1 അടച്ചു വെച്ചു, സ്ലിറ്റ് 2 മാത്രം തുറന്നു വെച്ചുകൊണ്ട് വീണ്ടും ഇലക്ട്രോണുകളെ കടത്തി വിടുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഈ രീതിയിലുള്ളതാണ് സ്ലിറ്റ് 2ന്റെ പുറകിൽ. അപ്പൊ ഈ പാറ്റേൺ കുറച്ച് സിംപ്ലിഫൈഡ് ആണ്, ഇവിടെ ഒരു കാവിയാറ്റ് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്ട് പറയാനുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഓവർലുക്ക് ചെയ്യാണ്. ഓൾറൈറ്റ്, എക്സാക്ട്ലി ഇങ്ങനെയല്ല ഉണ്ടാകുക, ബട്ട് ഇറ്റ്സ് സ്ലൈറ്റ്ലി സിംപ്ലിഫൈഡ് ഫോർ ദ പർപ്പസ് ഓഫ് ക്ലാരിറ്റി. ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ട് സ്ലിറ്റുകളും തുറന്നു വെച്ചുകൊണ്ട് ഇതിലൂടെ ഇലക്ട്രോണുകൾ കടത്തി വിടുകയാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മെഷീൻ ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റുകൾ ഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. മെഷീൻ ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റുകൾ ഏകദേശം ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് സ്ലിറ്റ് 1 കടന്നു പോകുന്ന ഇലക്ട്രോണുകൾ പതിക്കും, ഒരു റീജിയനിൽ പതിക്കും, അപ്പൊ അതിന് ചുറ്റും ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. സ്ലിറ്റ് 2 കടന്നു പോകുന്ന ഇലക്ട്രോണുകൾ സ്ലിറ്റ് 2 പുറകിലായിട്ടാണ് സ്ക്രീനിൽ പതിക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ആകെത്തുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ അല്ല, പകരം ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആണ്. ക്ലാസിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിന്റെ വിയേർഡ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്, ഈ ഒരു പോയിന്റിൽ ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്ലോട്ടിന്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോണുകളൊന്നും എത്താത്ത സ്ഥലമാണ്. ഇവിടെ കുറെ ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ട്, ഇവിടെ ഇലക്ട്രോണുകൾ എത്തിയിട്ടില്ല, ഇവിടെ ഇലക്ട്രോണുകൾ എത്തിയിട്ടില്ല, ഇവിടെ കുറെ ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നോക്കുക, ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ പൊസിഷനിൽ രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഇലക്ട്രോണുകൾ എത്തുന്നില്ല. അതായത് ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെച്ചപ്പോൾ ഇലക്ട്രോണുകൾ എത്തിയ സ്ഥലങ്ങളിൽ പലയിടത്തും രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഇലക്ട്രോണുകൾ എത്തുന്നതേ ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ഈ എക്സ്പെരിമെന്റ് നമുക്ക് എത്ര വേണമെങ്കിലും പ്രിസൈസ് ആക്കാം. നമുക്ക് ഓരോ ഇലക്ട്രോൺ അറ്റ് എ ടൈം സെൻഡ് ചെയ്ത് നോക്കാം. കാരണം അല്ലെങ്കിൽ സംശയമുണ്ട്, ചില ഇലക്ട്രോണുകൾ കൂട്ടിയിടിച്ച് സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാണോ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുന്ന ഒരു സംശയം ഉണ്ടാവും. ആ സംശയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആദ്യം ഒരു ഇലക്ട്രോണിനെ കടത്തി വിടുക, ആ ഇലക്ട്രോൺ സ്ക്രീനിൽ പതിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ആ ഇലക്ട്രോൺ സ്ക്രീനിൽ എത്തിയതിനു ശേഷം മാത്രം അടുത്ത ഇലക്ട്രോണിനെ കടത്തി വിടുക, അത് വേറെ പോയിന്റിൽ പതിക്കും. ഇങ്ങനെ കുത്തുകളാണ് ഉണ്ടാകുന്നത്, സ്ക്രീനിൽ ഇങ്ങനെ കുത്തുകളാണ് ഉണ്ടാകുന്നത്. പക്ഷെ കുറെ സമയം നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്ത് കഴിയുകയാണെങ്കിൽ, ഫൈനലി നമ്മൾ ഈ എണ്ണം എടുത്തതിന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും കിട്ടുക. അതായത് സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഏരിയയിൽ കുറച്ച് ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ടാവും, പിന്നെ ഇലക്ട്രോണുകൾ എത്താത്ത ഒരു റീജിയൻ ഉണ്ടാവും, വീണ്ടും കുറച്ച് ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ടാവും, ഇലക്ട്രോണുകൾ എത്താത്ത റീജിയൻ, വീണ്ടും ഇലക്ട്രോണുകൾ എത്തിയിട്ടുണ്ടാവും, ഇലക്ട്രോണുകൾ എത്താത്ത റീജിയൻ. ഈ രീതിയിലാണ് കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ വിയേർഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ലിറ്റ് മാത്രം തുറന്നു വെച്ചപ്പോൾ ഇലക്ട്രോൺ എത്തിയിരുന്ന പല സ്ഥലത്തും രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോൾ ഇലക്ട്രോണുകൾ എത്തുന്നതേ ഇല്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സ്ലിറ്റ് കൂടെ കടന്നു പോകുന്ന ഇലക്ട്രോൺ ഇവിടെ തന്നെ എത്തണം എന്നാണ്, അല്ലെങ്കിൽ ഇതിന് ചുറ്റും എവിടെയെങ്കിലും എത്തണം എന്നാണ്. രണ്ട് സ്ലിറ്റും തുറന്നു വെക്കുമ്പോഴും ഈ ബിഹേവിയറിൽ നമ്മളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ചോദ്യം ഇതാണ്, ഈ ഒരു സ്ലിറ്റ് മാത്രമേ തുറന്നിട്ടുള്ളൂ അതോ രണ്ട് സ്ലിറ്റും തുറന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇലക്ട്രോണിന് എങ്ങനെ മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം. കാരണം ഒരു സ്ലിറ്റ് അറ്റ് എ ടൈം തുറന്നു വെച്ചാൽ കിട്ടുന്ന പാറ്റേൺ ഡിഫറെന്റ് ആണ് രണ്ട് സ്ലിറ്റും ഒരേ സമയം തുറന്നു വെച്ചാൽ കിട്ടുന്ന പാറ്റേൺ. So how does the electron know whether only one slit is open or both slits are open? നമ്മൾ ക്ലാസിക്കലി ഒരു ഇലക്ട്രോൺ അറ്റ് എ ടൈം ഒരു സ്ലിറ്റിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ മറ്റേ സ്ലിറ്റ് തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, രണ്ടാമത്തെ സ്ലിറ്റ് തുറന്നിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇലക്ട്രോണിന്റെ ബിഹേവിയറിനെ ബാധിക്കേണ്ട കാര്യമില്ല ക്ലാസിക്കലി. പക്ഷെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്ജക്ട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സ്ലിറ്റ് തുറന്നു വെച്ചാൽ ഒരു സ്ലിറ്റ് മാത്രം അറ്റ് എ ടൈം തുറന്നു വെച്ചിട്ട് കിട്ടുന്ന പാറ്റേണിൽ നിന്ന് ഡിഫറെന്റ് ആണ് രണ്ട് സ്ലിറ്റും ഒരേ സമയം തുറന്നു വെച്ചാൽ കിട്ടുന്ന പാറ്റേൺ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ നമ്മൾ പലതരം എക്സ്പെരിമെന്റ്സ് ആണ് നമ്മളെ ഫോഴ്സ് ചെയ്തെന്ന് പറഞ്ഞു. ഇതാണ് അതിനൊരു എക്സാമ്പിൾ. റൈറ്റ്, ഈ രീതിയിലാണ് ഇലക്ട്രോണുകൾ ബിഹേവ് ചെയ്യുന്നത്. ഇനി ഈ രീതിയിലുള്ള ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു തിയറിയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു സിമുലേഷൻ ആണ്. ഇങ്ങനെയാണ് ഈ പാറ്റേൺ ഫോം ചെയ്യുന്നത്. The pattern is made up of single electrons hitting the screen at different places. ഇത് ആക്ച്വലി ഓരോ ഇലക്ട്രോണുകളാണ് ഈ ഡോട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, രണ്ട് ഇലക്ട്രോൺ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ സ്ക്രീനിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ ഡോട്ടുകൾ ഫോം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷന് ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നത്.
ഓക്കെ, ഒരു സിംഗിൾ ഇലക്ട്രോൺ എപ്പോഴും ഒരു പാർട്ടിക്കിൾ ആയിട്ട് തന്നെയാണ്, ഒരു പാർട്ടിക്കിൾ സ്ക്രീനുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ബട്ട് ആഫ്റ്റർ സം ടൈം യു സീ ദാറ്റ് എ പാറ്റേൺ ലൈക്ക് ദിസ് ഗെറ്റ്സ് ബിൽഡ് അപ്പ്. ഈ പാറ്റേണിനെ തന്നെയാണ് നമ്മൾ ഈ രീതിയിലുള്ളൊരു ഗ്രാഫ് വെച്ച് അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു പ്ലോട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഇതാണോ ഇന്റർഫറൻസ് പാറ്റേൺ? ഇതിന് വേണം നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ തൽക്കാലം ആ വാക്ക് നമുക്ക് ഈ പാറ്റേൺ ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് വിളിക്കാം. പക്ഷെ ഇത് നമ്മൾ ക്ലാസിക്കലി വേവ്സ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പെരിമെന്റ്സ് നടത്തുമ്പോൾ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ആ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റർഫറൻസ് പാറ്റേൺ ആക്ച്വലി ഉണ്ടായിരിക്കുന്നത് ഈ സിംഗിൾ ഇലക്ട്രോണുകൾ കൊണ്ടാണ്. സിംഗിൾ ഇലക്ട്രോണുകൾ സ്ക്രീനിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എല്ലാം കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള പാറ്റേൺ കിട്ടുന്നത്. ഈ പാറ്റേണിന് ഇന്റർഫറൻസ് പാറ്റേൺ തന്നെ വിളിക്കാം. ഇതിനെ നമ്മൾ ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണുകൾ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ ഇന്റർഫറൻസ് എന്താണെന്ന് പരിചയമില്ലാത്തവർക്ക് തൽക്കാലം ഈ പാറ്റേണിന്റെ പേരാണെന്ന് പറഞ്ഞത് വി ജസ്റ്റ് നെയിം ദിസ് പാറ്റേൺ ആസ് ആൻ ഇന്റർഫറൻസ് പാറ്റേൺ. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ്. വിൽ ജസ്റ്റ് കോൾ ഇറ്റ് ബൈ എ നെയിം ഇന്റർഫറൻസ് പാറ്റേൺ. ഓക്കെ, അപ്പം സാധാരണ ആൾക്കാർ വിചാരിക്കുന്ന പോലെ ബുള്ളറ്റ് പോലെ പോകുന്ന സാധനങ്ങളല്ല ഇലക്ട്രോൺ. സബ് ലെവലില് അതെ, ബുള്ളറ്റ് പോലെയല്ല, വിചിത്രമായ വേറെന്തോ ഒരു രീതി അതിനുണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത. എക്സാക്ട്ലി. ഓക്കെ, അതാണ് നമ്മൾ ഡബിൾ സ്ലിറ്റ് ഉപയോഗിച്ചപ്പോ നമുക്ക് മനസ്സിലായത് അല്ലേ? അതെ അതെ, നമ്മൾ ക്ലാസിക്കലി ചിന്തിക്കുമ്പോൾ ഇലക്ട്രോൺ എങ്ങനെ പെരുമാറുന്നു പ്രതീക്ഷിക്കുന്നു, സാധാരണ പാർട്ടിക്കിൾ എങ്ങനെ പെരുമാറുന്നു പ്രതീക്ഷിക്കുന്നു, അങ്ങനെയല്ല ഇലക്ട്രോണുകൾ പെരുമാറുന്നത്. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് സമ്മറൈസ് ചെയ്യാം. Electrons behave differently depending on whether one slit is open or both are open. The question is, how do the electrons know whether only one slit is open or both are open? Okay. അപ്പോൾ ഇതിന് ഞാൻ ഒരു സിംപ്ലിഫൈഡ് ആൻസർ പറയാം. ഈ ആൻസർ എന്ന് പറയുന്നത് ഒരു കാവിയാറ്റ് ഉണ്ട്. അതായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ മാത്തമാറ്റിക്സിനെ ഒരു പ്രത്യേക രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഞാൻ തൽക്കാലം സംസാരിക്കാൻ എളുപ്പത്തിന് ഒരു പെർട്ടിക്കുലർ ഇന്റർപ്രിറ്റേഷൻ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ദ ആൻസർ ദാറ്റ് ലീഡ്സ് ടു എ സക്സസ്ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ എക്സ്പെരിമെന്റൽ ഫിനോമിന. ഈ എക്സ്പെരിമെന്റ്സ് മാത്രമല്ല, ഇതുപോലെ ലാർജ് നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ട് വിശദീകരിക്കാൻ നമുക്ക് ഒരു ആൻസർ, ഇതിനെല്ലാം കറക്റ്റായിട്ട് വിശദീകരിക്കുന്ന രീതിയിൽ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയുക: ഈച്ച് ഇലക്ട്രോൺ ക്യാൻ ഇൻ സം സെൻസ് ബി ഇൻ ബോത്ത് സ്ലിറ്റ്സ് അറ്റ് ദ സെയിം ടൈം. അതായത് രണ്ട് സ്ലിറ്റും തുറന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു സിംഗിൾ ഇലക്ട്രോണിന് മനസ്സിലാവുന്നുണ്ട്. കാരണം അനുസരിച്ച് അതിന്റെ ബിഹേവിയറിൽ മാറ്റമുണ്ട്. ഒരു സ്ലിറ്റാണോ രണ്ട് സ്ലിറ്റാണോ തുറന്നിട്ടുള്ളത് എന്നനുസരിച്ച് ഇലക്ട്രോണിന്റെ ബിഹേവിയറിൽ മാറ്റമുണ്ട്. അപ്പൊ അതിനൊരു ആൻസർ ആയിട്ട് നമ്മൾ പറയുന്നത് ഓരോ ഇലക്ട്രോണും എങ്ങനെയൊക്കെയോ രണ്ട് സ്ലിറ്റിനെ സാമ്പിൾ ചെയ്യുന്നുണ്ട്, രണ്ട് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പോസിബിലിറ്റിയും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ രണ്ട് സ്ലിറ്റ് ഉണ്ട് എന്നുള്ള അതിന്റെ ബിഹേവിയറിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം: ഈച്ച് ഇലക്ട്രോൺ ക്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ സം സെൻസ് ബി ഇൻ ബോത്ത് സ്ലിറ്റ്സ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് രണ്ട് സ്ലിറ്റിലും ആയിരിക്കാൻ ഇലക്ട്രോണിന് കഴിയുന്നുണ്ട്. കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ബീംസ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ രണ്ട് ബീമിലും ഇലക്ട്രോൺ ഒരേ സമയത്ത് ആയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഒരു പോസിബിലിറ്റി മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പല പോസിബിലിറ്റീസും ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ഇലക്ട്രോൺ തന്നെ, ഓക്കെ, ഈച്ച് ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ തന്നെ ഒരേ സമയത്ത് രണ്ട് സ്ഥലങ്ങളിലാണ്. ഒരേ സമയത്ത് രണ്ട് സ്ലിറ്റിലാണെന്ന് പറയുമ്പോൾ അതൊരു പോസിബിലിറ്റി മാത്രമാണ്. ഒരേ സമയത്ത് ആക്ച്വലി ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. രണ്ട് സ്ലിറ്റിൽ മാത്രമല്ല, ലാർജ് നമ്പർ ഓഫ് പ്ലേസ്, ഒരേ സമയത്ത് എല്ലായിടത്തും ഉണ്ട് ഇലക്ട്രോൺ. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് തൽക്കാലം നമ്മുടെ എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലായ കാര്യം ഈച്ച് ഇലക്ട്രോൺ ക്യാൻ ബി ഇൻ ബോത്ത് സ്ലിറ്റ്സ് അറ്റ് ദ സെയിം ടൈം. കുറച്ചുകൂടി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. ഇത് തൽക്കാലം നമ്മുടെ ഈ എക്സ്പെരിമെന്റ് അനുസരിച്ച് നമുക്കിത് നേച്ചർ നമുക്ക് തന്നൊരു പ്രിൻസിപ്പിൾ ആണ്. റൈറ്റ്, ഇതിനെ നമുക്ക് ഡിനൈ ചെയ്യാൻ കഴിയില്ല, ഇതിനെ ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഇത് മുഴുവനായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഫിസിക്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം മുഴുവനായിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിന് ആദ്യം ഒരു പേരിടുക. പേരിട്ട് കുറച്ച് കാലം പേര് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ശീലമായിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പ്രിൻസിപ്പിളിനെ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. അതായത് ഒരു ഇലക്ട്രോണിന് ഒന്നിലധികം സ്ഥാനങ്ങളിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ആയിരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇതുകൊണ്ട് പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. ഇതിനെ മാത്തമാറ്റിക്കലായിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയാണ്. അതായത് ഇലക്ട്രോണിന് ഒരേ സമയത്ത് രണ്ട് സ്ഥലങ്ങളിലായിരിക്കാം എന്നുള്ളതിനെ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇത് എന്ത് തരം മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ് ആണെന്ന് നമുക്കറിയില്ല. നമുക്ക് സിംപ്ലി S = A + B എന്ന് എഴുതാം.
ഓക്കെ, എയും ബിയും അതിന്റെ പോസിബിൾ പൊസിഷൻസ് ആണ്. അതിന് അനുവദനീയമായിട്ടുള്ള പൊസിഷൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് A+B 2 സ്ഥാനത്ത് ഒരുമിച്ച് ആയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. സൂപ്പർ പൊസിഷനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ ആ സ്ലിറ്റിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ ആ S is equal to electron in slit 1 plus slit 2 ആ കോമ്പിനേഷൻ പോലെ വരും. ഒരേ സമയത്ത് രണ്ട് സ്ലിറ്റിലും സ്ലിറ്റ് 1 പ്ലസ് സ്ലിറ്റ് 2 ആ രണ്ട് പോസിബിലിറ്റീസിലേക്ക് കൂടിയും ഇലക്ട്രോൺ കടന്നു പോകുന്നുണ്ട്. അതാണ് ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ്. എക്സാക്ട്ലി. ഓക്കെ, ഇവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഇലക്ട്രോണിന് 2 പോസിബിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതൊരു സിംപ്ലിഫൈങ് അസംഷൻ ആണ്. അങ്ങനെയല്ല, ലാർജ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. ഇലക്ട്രോൺ ഒരേ സമയത്ത് ഈ രണ്ട് സ്ലിറ്റും അല്ലാതെ ഇഷ്ടം പോലെ പൊസിഷൻസ് ഉണ്ട് അല്ലെ, അവൈലബിൾ ആയിട്ട് ഇഷ്ടം പോലെ പൊസിഷൻ. ഇവിടെ എല്ലായിടത്തും ഇലക്ട്രോൺ 3 സ്ലിറ്റ് ഉണ്ടെങ്കിൽ അതെ 3 സ്ലിറ്റ് ഉണ്ടെങ്കിൽ S1 S2 S3 എന്ന് വരും. 4 ഉണ്ടെങ്കിൽ S1 S2 S3 S4 എന്ന് വരും. എക്സാക്ട്ലി. പക്ഷെ വീണ്ടും അതൊരു സിംപ്ലിഫിക്കേഷൻ ആണ്. കാരണം സ്ലിറ്റ് മാത്രമല്ല, വേറെയും പല സ്ഥലങ്ങളിൽ ഇലക്ട്രോണിന് അയക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം പറയുകയാണ്. ഇപ്പൊ 2 സ്ലിറ്റ് ഉണ്ട്, S1 S2. ഇവിടെ ഈ 2 പോസിബിലിറ്റി മാത്രമല്ല, ഇവിടെ എവിടെ വേണമെങ്കിലും ആവാം. അപ്പൊ ഈ പോസിബിലിറ്റീസിലെല്ലാം എല്ലായിടത്തും ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് അലൗഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാം. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് ഈ രീതിയിൽ 2 സാധ്യതയുള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, S equal to S1 plus S2. അപ്പൊ ഇത് ഏത് തരം മാത്തമാറ്റിക്കൽ ഓബ്ജക്ട്സ് ആണ് ഈ നിയമം അനുസരിക്കുന്നത് ഇപ്പൊ നമുക്കറിയില്ല. ക്വാണ്ടം മെക്കാനിക്സിൽ അറിയാം, പക്ഷെ നമ്മുടെ ഈ പ്രസന്റേഷൻ ഈ ഘട്ടത്തിൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഈ രീതിയിലുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിക്കുന്ന തരം മാത്തമാറ്റിക്കൽ ഓബ്ജക്ട്സ് വേണം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഹിന്റ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് സൂചിപ്പിക്കാൻ, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ സൂചിപ്പിക്കാനാണ് ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് കുറച്ച് ഇതാണ്. അതായത് ഇത് A എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആണ്. ഈ ബ്രാക്കറ്റ് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് A എന്നുള്ള പൊസിഷനിലായിരിക്കുന്ന ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, A എന്ന് പറയുന്ന ഒരു പൊസിഷനും ബ്രാക്കറ്റ് അറൌണ്ട് A ഇസ് എ സ്റ്റേറ്റ്. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ ഫണ്ടമെന്റൽ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ. പക്ഷെ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇനി അത് തൽക്കാലം അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ മെഷർമെന്റ് റിസൾട്ടും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റും എൻറ്റയർലി ഒരേ സാധനം അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് ബ്രാക്കറ്റ് അറൌണ്ട് S ഇസ് എ സ്റ്റേറ്റ് വിച്ച് റെപ്രസെന്റ്സ് എ സിംഗിൾ ഇലക്ട്രോൺ being at both A and B at the same time. അത് സഫിഷ്യന്റ്ലി ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഇതിലെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 പൊസിഷന്റെ കോമ്പിനേഷൻ ആണ് സ്റ്റേറ്റ് അല്ലേ? എക്സാക്ട്ലി, ഈ എക്സാമ്പിളിൽ. അതുവരെ ക്ലിയർ ആണ്. അതെ, ഇനി ഇത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. റൈറ്റ്, ഇത് മാത്രമാണ് കുഴപ്പമില്ല. ഇത് നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണം. അതൊക്കെ നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല, ഇലക്ട്രോണുകൾക്ക് ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലങ്ങളിലായിരിക്കാം എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. പ്രോബ്ലം അതോടെ തീരുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. നമുക്ക് ആക്ച്വലി ഇത് ഒരു എന്താ പറയുക, ഒരു വീഡിയോ ക്യാമറ വെച്ച് നോക്കാം. അതായത് നമ്മൾ പറയുന്ന ഓരോ ഇലക്ട്രോണും ഒരേ സമയം 2 സ്ലിറ്റിലൂടെയും കടന്നു പോകുന്നുണ്ട്, അല്ലെ ഒരേ സമയം അനേക സ്ഥലങ്ങളിൽ ആയിരിക്കുന്നുണ്ട് നമ്മൾ പറയുകയാണ്. അപ്പൊ ഇത് ആക്ച്വലി നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലെ? എന്ത് ചെയ്താൽ മതി, ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാർട്ടിക്കിൾ ഡിറ്റക്ടർ വെച്ചാൽ മതി, ഒരു ക്യാമറ വെച്ചാൽ മതി. ക്യാമറ വെച്ചിട്ട് എന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടത്, ഓരോ ഇലക്ട്രോണും 2 സ്ലിറ്റിലൂടെയും എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതെങ്ങനെ ആക്ച്വലി സംഭവിക്കും, നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. അതായത് ഏത് 2 സ്ലിറ്റിലൂടെയും ഇലക്ട്രോൺ കടന്നു പോകുന്നുണ്ടോ അതോ ഒരു സ്ലിറ്റിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു മെഷർമെന്റ് ഡിവൈസ് വെക്കുകയാണ് ഓരോ സ്ലിറ്റിന്റെ അവിടെയും. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോൺ 2 സ്ലിറ്റിലൂടെയും കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഈ മെഷർമെന്റ് ഡിവൈസിൽ ഇത് കാണാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇങ്ങനെ മെഷർമെന്റ് ഡിവൈസ് വെച്ച് കഴിയുമ്പോൾ ഇലക്ട്രോണിനെ എപ്പോഴും ഇൻവേരിയബിളി ഒരു സ്ലിറ്റിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്റർഫറൻസ് പാറ്റേൺ വിശദീകരിക്കണമെങ്കിൽ ഒരു ഇലക്ട്രോൺ 2 സ്ലിറ്റിലൂടെയും ഒരേ സമയം കടന്നു പോകണമെന്നാണ്. പക്ഷെ 2 സ്ലിറ്റിലൂടെയും ഒരേ സമയത്ത് കടന്നു പോകുന്ന ഈ മിസ്ബിഹേവ് ചെയ്യുന്ന ഇലക്ട്രോണിനെ നമ്മൾ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിന് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇലക്ട്രോണിന് എപ്പോഴും ഒരു സ്ലിറ്റിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പൊ വളരെ ഡീസെന്റ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു ക്യാച്ച് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിയുകയാണെങ്കിൽ, അതായത് ഏത് സ്ലിറ്റിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടു പോകുന്നത് എന്ന് ഡിറ്റർമിൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് സ്ക്രീനിലുള്ള ഇന്റർഫറൻസ് പാറ്റേൺ നഷ്ടമാവും. ദി ഇന്റർഫറൻസ് പാറ്റേൺ ഇസ് ലോസ്റ്റ്. അപ്പൊ ഏകദേശം ഈ വെടിയുണ്ടകൾ ഫോം ചെയ്യുന്ന പാറ്റേണിന് സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആരും കാണാത്തപ്പോ കള്ളത്തരം കാണിക്കുന്നു. എക്സാക്ട്ലി, ആരും കാണാത്തപ്പോ കള്ളത്തരം കാണിക്കുന്നത് അതിന് തെളിവുണ്ട്. കാരണം എന്നാൽ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുള്ളൂ. പക്ഷെ അത് കാണാൻ
അപ്പൊ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ 2 സ്ലിറ്റിലേക്ക് കൂടി പോകുന്നുണ്ട്, ഇവനെ ഞാൻ ക്യാമറ വെച്ച് പൊക്കും. അങ്ങനെ അതെ. വിചാരിച്ച് ക്യാമറ വെക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ പറയാം, അയ്യടാ നീ എന്നെ അങ്ങനെ പൊക്കണ്ട, ഞാൻ ഒരു സ്ലിറ്റിലേക്ക് കൂടി ബുള്ളറ്റ് പോലെ പോകും. പോകും. അതാണ് അതെ. കളി. അതെ. ആ ഓക്കെ. സമയത്ത് ഇന്റർഫറൻസ് പാറ്റേൺ നഷ്ടമാവുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ആ സമയത്ത് സാധാരണ ഇത് കുറച്ച് സ്ലോപ്പിയാണ് ഞാനിവിടെ. പക്ഷെ ചില ഫസ്റ്റ് ഓർഡർ ചില സെക്കൻഡ് ഓർഡർ എഫക്ട്സ് ഞാൻ നിഗ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. റഫ്ലി ഇതാണ് സംഭവിക്കുന്നത്. ഇതിലെനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് ഒരു സംഭവം എന്നോട് ഒരാൾ സംശയമായിട്ടും ചോദിച്ചായിരുന്നു. ഈ എക്സ്പെരിമെന്റിൽ എന്നോട് പുള്ളി പറഞ്ഞത് ഈ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ടല്ലോ, ഈ ഡിറ്റക്ടർ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെറുതെ വെച്ചാലും ഇതിങ്ങനെ കിട്ടുന്നത്, അത് ശരിയാണോ? അത് ഡിറ്റക്ടറിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഡിറ്റക്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് വെറുതെ വെച്ചാലും അതെ നമ്മൾ ഡിറ്റക്ടറിലേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണോ? ഡിറ്റക്ടർ അവിടെ വർക്ക് ചെയ്യണം, പക്ഷെ നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. ഡിറ്റക്ടർ ഒരു ഇലക്ട്രിക് പവർ ഒന്നുമില്ല. ഇപ്പൊ ഡിറ്റക്ടർ ഒരു ജസ്റ്റ് എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു ഇലക്ട്രിക് പവർ വെച്ചിട്ട് മെഷർ ചെയ്യുന്ന ഒരു സംഭവം വിചാരിച്ചു. ഇലക്ട്രിക് പവർ നമ്മൾ ഓഫ് ചെയ്തിട്ട് വെറുതെ ആ ഡിറ്റക്ടറോട് വെച്ച് വെറുതെ ഒരു സാധനം വെച്ച് ഒരു കമ്പെടുത്ത് വെക്കുന്ന അതിൽ വെച്ചാലും ഇങ്ങനെ വരുന്നു എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതെങ്ങനെ നടക്കുന്നത് ചോദിച്ചു. അപ്പൊ അതിങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല, അത് ശരിക്കും കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിറ്റക്ഷൻ അവിടെ നടക്കണം. ഓക്കെ, ഇപ്പൊ കമ്പ് വെച്ചാലും അത് ഈ രണ്ട് സ്ലിറ്റിലൂടെ ഇപ്പൊ നമ്മളിവിടെ ഒരു കമ്പ് വെച്ചെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഈ സ്ലിറ്റിലൂടെ ഒരു ഇലക്ട്രോൺ വരികയാണെങ്കിൽ ഈ സ്ലിറ്റിലൂടെ ഒരു ഇലക്ട്രോൺ വരികയാണ്. ഇതിനോട് ഈ കമ്പ് ഡിഫറെന്റ് ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ഇതിൽ കൂടെ വരുന്ന ഇതിലൂടെയാണ് വരുന്നതെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇന്ററാക്ട് ചെയ്യുക. ഇതിലൂടെ വരികയാണെങ്കിൽ വേറെ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത് കരുതുക. അതായത് ഇപ്പൊ കമ്പിന്റെ വേറെ വേറെ പൊസിഷനിലാണ് ഇലക്ട്രോൺ പതിക്കുക എന്ന് കരുതുക. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടാണ് ഈ രണ്ട് പോസിബിലിറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ നഷ്ടം. പക്ഷെ അവിടെ ആക്ച്വലി ഡിറ്റക്ഷൻ നടന്നു കഴിഞ്ഞു. ഇന്ററാക്ഷൻ വേണം ബേസിക്കലി. ഇന്ററാക്ഷൻ വേണമെന്ന് മാത്രമല്ല, ഈ രണ്ട് പോസിബിലിറ്റീസുമായിട്ട് ഡിഫറെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യണം, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇന്ററാക്ട് ചെയ്യണം. ഈ രണ്ട് കമ്പ് ഒരേപോലെ ആ രണ്ട് സ്ലിറ്റിനെയും ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഡിഫറൻഷ്യൽ ഇന്ററാക്ഷൻ ഇല്ല, രണ്ട് ഒരേപോലെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പം ഇന്റർഫറൻസ് പാറ്റേൺ നഷ്ടാവില്ല. അല്ല, നമുക്ക് അവിടെ അത് കമ്പിന്റെ ഡിഫറെന്റ് പൊസിഷൻസിലല്ലേ പതിക്കുക. അല്ലേ, ഇതിൽ കൂടെ വരുന്ന ഇലക്ട്രോൺ. അപ്പൊ അവിടെ ശരിക്കും എഫക്റ്റീവ്ലി ഒരു ഡിറ്റക്ഷൻ നടന്നു കഴിഞ്ഞു. അത് നമ്മുടെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചാണ് ഞാൻ പറയുന്നത്. എഫക്റ്റീവ്ലി ഒരു ഇന്ററാക്ഷൻ നടന്നു കഴിഞ്ഞു. അപ്പൊ ആക്ച്വലി എഫക്റ്റീവ്ലി ഒരു ഡിറ്റക്ഷൻ നടന്നു കഴിഞ്ഞു. അപ്പൊ ഡിറ്റക്ഷൻ നടന്നാൽ മതി. ഡിറ്റക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇതിനോട് വ്യത്യസ്തമായിട്ട് പ്രതികരിക്കണം. ഈ രണ്ട് സാധ്യതകളോടും വ്യത്യസ്തമായിട്ട് പ്രതികരിക്കണം. എന്നാൽ മാത്രമേ ഡിറ്റക്ഷൻ നടന്നു നമുക്ക് പറയാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ നഷ്ടമാവും. അതിപ്പോ ഇതിന്റെ ഈ ഡിറ്റക്ടർ ക്യാമറ, വീഡിയോ ക്യാമറ, നമ്മൾ വീഡിയോ നോക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. അതുമായിട്ട് വേറെ രീതിയിൽ ഡിറ്റക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് നടന്നു കഴിഞ്ഞു. അപ്പൊ ഇതാണ് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിലെ ഫേമസ് അല്ലെ നൊട്ടോറിയസ് ആയിട്ടുള്ള മെഷർമെന്റ് പ്രോബ്ലം. നമ്മൾ ഇതിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ടാവും. മെഷർമെന്റ് പ്രോബ്ലം, അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യാത്തപ്പോൾ ഇലക്ട്രോണുകൾ ബിഹേവ് ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുമ്പോൾ അത് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനാണ് മെഷർമെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ സംതിങ് ഹാപ്പൻസ് ഡ്യൂറിങ് എ മെഷർമെന്റ്. ഓക്കെ, ഇവിടെയുള്ള പ്രശ്നം പല ലെവലിലാണ്. ഒന്ന്, മെഷർമെന്റിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് ഒരു മെഷർമെന്റ് നടന്നു എന്ന് നമ്മൾ പറയാമെന്ന് അറിയില്ല. മെഷർമെന്റ് പ്രോസസ്സ് നടക്കുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, കൺസെൻസസ് ഇല്ല. ഇപ്പൊ ഇത് ഈ പോയിന്റിൽ മെഷർമെന്റ് എന്ന് പറഞ്ഞ കാര്യം അൺഡിഫൈൻഡ് ആണ്. ദർ ഇസ് നോ ക്ലിയർ ഡെഫിനേഷൻ ഓഫ് വാട്ട് കൺസ്റ്റിറ്റ്യൂട്ട്സ് എ മെഷർമെന്റ്. ഓക്കെ, മെഷർമെന്റ് നടന്നോ ഇല്ലയോ നമുക്ക് എപ്പോഴാണ് പറയാൻ കഴിയുമെന്നുള്ളത് അൺഡിഫൈൻഡ് ആണ്. ഈ അൺഡിഫൈൻഡ് ആണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് അനേകം സ്യൂഡോ സയൻസിനൊക്കെ എത്താൻ കഴിയുന്നത്. കാരണം അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അവിടെ പല രീതിയിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് സാധ്യമാണ്, അല്ലെ പല രീതിയിലുള്ള തിയറീസ് നമുക്ക് മുന്നോട്ട് വയ്ക്കാം. ഇത് അൺഡിഫൈൻഡ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയൊരു ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. എന്ത് വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാൻ കഴിയുന്ന ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുകയാണ്. ഇതാണ് ആക്ച്വലി സ്യൂഡോ സയൻസ് ഒക്കെ ഒരുപാട് ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം. ഇറ്റ്സ് ആക്ച്വലി ഗ്യാപ്പ് ഇൻ അവർ നോളജ്. ഓക്കെ, ഒരു ഗ്യാപ്പ് കണ്ട്, ഈ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ആർഗ്യുമെന്റ് എന്ന് പറയുന്ന പോലെ ഒരു ഗ്യാപ്പ് കണ്ട് അവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് സ്ഥാപിക്കാൻ കഴിയും കുറെയൊക്കെ, അല്ലേ? കൂടുതലും കോൺഷ്യസ്നെസ് ആണ് കൊണ്ടുവയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എക്സാക്ട്ലി, അതെ. അപ്പൊ ഇതിനെ ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്ത്, ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്നുള്ളൂ. അതായത് നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് A+B എന്നുള്ളതാണ്, രണ്ട് സ്ലിറ്റിലൂടെയും കടന്നു പോകുന്ന അവസ്ഥയിലാണ് ഇലക്ട്രോൺ ഉള്ളത്. മെഷർമെന്റ് നടത്തി കഴിയുമ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്, സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാറുകയാണ്. എങ്ങനെയാണ് മാറുന്നത്? ഏതെങ്കിലും ഒന്നിലേക്ക്,
ഇവിടെ 2 സാധ്യതകളുണ്ട്, എ ബി എന്നുള്ള 2 സാധ്യതകളുണ്ട്. മെഷർമെന്റ് നടത്തുമ്പോൾ ഇൻവേരിയബിളി ഏതെങ്കിലും ഒരു സാധ്യതകളിലേക്ക്, അതിന് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധ്യതയിലേക്ക് അത് ചുരുങ്ങുകയാണ്. ഇറ്റ് റെഡ്യൂസസ്. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ട കാര്യത്തിന് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രം. ഇതുവരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എത്തിയിട്ടില്ല. ഈ പറഞ്ഞ 2 കാര്യങ്ങളെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് 2 സെന്റൻസിൽ ഇങ്ങനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. ബിഫോർ മെഷർമെന്റ് ഇങ്ങനെയാണ്, മെഷർമെന്റ് നടക്കുന്ന സമയത്ത് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എങ്ങനെയോ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഒരു കൊളാപ്സ് അങ്ങനെ വല്ലതും നടക്കുന്നു ഒരു സിംഗിൾ സ്റ്റേറ്റിലേക്ക്. അതെ അതെ, എക്സാക്ട്ലി. ഇത് കൊളാപ്സ് എന്നുള്ള വാക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇനീഷ്യലി സ്പ്രെഡ് ഔട്ട് ആണ്, ഇവിടെ ഇത് കൊളാപ്സ്ഡ് ആവുകയാണ്, അങ്ങനെ പറയാം. അതെ, ഓക്കെ. അതായത് 2 സ്ലിറ്റിലേക്കൂടിയും ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ ഞാൻ നോക്കിയപ്പം ഒരു സ്ലിറ്റിലേക്ക് കൊളാപ്സ് ആയി. അതിന്റെ ഒരു പോസിബിലിറ്റി കളഞ്ഞു, കൊളാപ്സ് ആയിട്ട് ഒരു സിംഗിൾ സ്ലിറ്റിലേക്ക് കൂടി പോകാൻ തുടങ്ങി, ബുള്ളറ്റ് പോലെ. എക്സാക്ട്ലി. അതെ, പറഞ്ഞു. ഇതിപ്പോ നമ്മൾ തൽക്കാലം ഇങ്ങനെ ഒരു റഫ് ഇക്വേഷൻ ആയിട്ട് എഴുതി. പക്ഷേ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ് വേണം നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ തിയറിയിൽ ഉപയോഗിക്കാം. കാരണം ഇത് നമ്മൾ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിച്ച കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സ് ഉപയോഗിക്കണം. റൈറ്റ്, അത്തരം ഒബ്ജക്ട്സിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് വേവ് ഫംഗ്ഷൻ. ഞാൻ വളരെ റഫായിട്ടാണ് പറയുന്നത്. ഇത്തരം മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സിന് ഒരു എക്സാമ്പിൾ ആണ് വേവ് ഫംഗ്ഷൻ. പക്ഷെ ജനറൽ ആയിട്ട് ഇത്തരം മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സിനെ എല്ലാം നമുക്ക് വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അതായത് ഈ ക്വാണ്ടം മെക്കാനിക്കൽ ഈ വേവ് ഫംഗ്ഷന്റെ ചില അതിന്റെ മാത്തമാറ്റിക്കൽ ഇത് കാരണം നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് 2 വേവ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഒരു വേവ് ഫംഗ്ഷൻ ആണ് എന്ന രീതിയിൽ അതൊരു സൂപ്പർ പൊസിഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ വേവ് ഫംഗ്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് പറയാം, ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ എ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട് വിച്ച് വി വിൽ കോൾ എ വേവ് ഫംഗ്ഷൻ. അഗൈൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, തൽക്കാലം പേര് പഠിച്ചാൽ മതി. ആൻഡ് വിൽ യൂസ് ദിസ് വേർഡ്. അപ്പൊ വേവ് ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണ്? ഇറ്റ് അസൈൻസ് എ നമ്പർ ടു എവറി പോസിബിൾ പൊസിഷൻ. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു, സ്ലിറ്റ് 1-ലോ സ്ലിറ്റ് 2-ലോ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് കരുതുക. അങ്ങനെ വേവ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ സ്ലിറ്റ് 1-ൽ കാണാൻ വേണ്ടി സ്ലിറ്റ് 1-ഉമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു നമ്പർ വേവ് ഫംഗ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറലി അതാണ്. നമ്മൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(x) എന്നുള്ള ഫംഗ്ഷൻ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് വേറെ നമ്പർ തരും. ഓക്കെ, അതുപോലെ ഫംഗ്ഷനാണ് ψ(x) എന്നാണ് നമ്മൾ സാധാരണ വേവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുക. നമ്മളിവിടെ ഒരു എക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ സ്പിറ്റ് ഔട്ട് ചെയ്യും. അതിനുള്ളൊരു മെഷീനാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. കോംപ്ലക്സ് നമ്പർ പരിചയമുള്ളവർക്ക് തൽക്കാലം ഒരു നമ്പർ ആണെന്ന് വിചാരിച്ചാൽ മതി. ഇനി ഈ നമ്പറിൽ നിന്ന് നമുക്ക് ഈ പെർട്ടിക്കുലർ പൊസിഷനിൽ ഇലക്ട്രോണിനെ മെഷർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് പ്രോബബിലിറ്റീസ് ആണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ പല വേവ് ഫംഗ്ഷൻ പല മെഷർമെന്റ് ഔട്ട്കംസിന് സാധ്യത ഉണ്ടെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഔട്ട്കമും കിട്ടാൻ എന്താണ് പ്രോബബിലിറ്റി എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ഔട്ട്കം വരാൻ എന്താണ് സാധ്യത, എന്താണ് സംഭാവ്യത എന്നാണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ അങ്ങനെയല്ല. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് അറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്യൂച്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് ഇൻഫർമേഷൻ നമുക്ക് അറിയുകയാണെങ്കിൽ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. മെഷർമെന്റ് ഔട്ട്കംസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ നമുക്ക് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞാലും മെഷർമെന്റ് ഔട്ട്കംസിനെ കുറിച്ചുള്ള പ്രോബബിലിറ്റി മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ക്ലാസിക്കൽ മെക്കാനിക്സിൽ സ്റ്റേറ്റ് അറിയാമെങ്കിൽ വി ഓട്ടോമാറ്റിക്കലി നോ ദ മെഷർമെന്റ് ഔട്ട്കംസ്. ക്വാണ്ടം മെക്കാനിക്സിൽ സ്റ്റേറ്റ് അറിയാമെങ്കിലും മെഷർമെന്റ് ഔട്ട്കംസിനെ കുറിച്ചുള്ള പ്രോബബിലിറ്റി മാത്രമേ ആവുന്നുള്ളൂ. ഓക്കെ, ഈ വേവ് ഫംഗ്ഷൻ ചെയ്യുന്ന ഇതാണ്. അപ്പൊ ഞാനൊരു ക്ലാസിക്കൽ ബുള്ളറ്റ് ഷൂട്ട് ചെയ്താൽ എനിക്കറിയാം, ഷൂട്ട് ചെയ്ത ആംഗിളും ഷൂട്ട് ചെയ്ത പൊസിഷനും വെച്ച് നോക്കി എനിക്കറിയാം ഏത് സ്ലിറ്റിലേക്ക് കൂടിയാ പോവാ. 100% സ്ലിറ്റ് 1 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെങ്കിൽ ഒരു വേവ് ഫംഗ്ഷൻ ആണ്, എനിക്ക് ഇനീഷ്യൽ പോയിന്റും വേവ് ഫംഗ്ഷനും ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല എക്സാക്ട്ലി ഏത് സ്ലിറ്റ്. എനിക്ക് പറയാൻ പറ്റുക സ്ലിറ്റ് 1-ലേക്ക് കൂടി പോവാൻ 50% ചാൻസ്, 2-ലേക്ക് കൂടി പോവാൻ 50% ചാൻസ്, അങ്ങനെ ആയിരിക്കും പറയാൻ പറ്റുക. എക്സാക്ട്ലി ഒരു ഔട്ട്കം പറയാൻ പറ്റില്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇക്വേഷനും തന്നാലും. എക്സാക്ട്ലി, അത് മെഷർമെന്റിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുന്നത്. നമ്മൾ മെഷർ ചെയ്യാത്തപ്പോൾ 2 സ്ലിറ്റിലൂടെയും കടന്നു പോകുന്നുണ്ട്. അതെ അതെ. മെഷർ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അതിലൊരു പെർട്ടിക്കുലർ ഔട്ട്കം കിട്ടാൻ എന്താണ് പ്രോബബിലിറ്റി എന്ന് ഈ വേവ് ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞു. വേവ് ഫംഗ്ഷനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സ്ലിറ്റ് 1-ലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ അവിടെ എത്താനുള്ള, അവിടെ ഞാൻ ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റി 50%. ആ രീതിയിലാണ് ഈ ആണെന്നുള്ളത് ഈ വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ അതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. പക്ഷെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് എക്സാക്ട്ലി ഈ സ്ലിറ്റിലാണെന്ന് പറയാൻ പറ്റില്ല.
ഇല്ല, പറയാൻ പറ്റില്ല. അതായത് മെഷർമെന്റ് ഔട്ട്കം ഡിറ്റർമിനിസ്റ്റിക് അല്ല. ഓക്കെ. ഓക്കെ, അപ്പൊ ഡിറ്റർമിനിസം കുറച്ച് സറ്റിലാണ് ക്വാണ്ടം മെക്കാനിക്സിൽ. അപ്പൊ ഈ വേവ് ഫംഗ്ഷൻ ചെയ്യുന്ന ഇതാണ്, ജസ്റ്റ് അസൈൻസ് എ നമ്പർ ടു എവറി പോസിബിൾ പൊസിഷൻ. ഓക്കെ, അപ്പൊ ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? വി ക്യാൻ കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഫോർ ഈച്ച് മെഷർമെന്റ് ഔട്ട്കം. ഓക്കെ, അപ്പൊ ഈ വേവ് ഫംഗ്ഷനിൽ ഈ ഇൻഫർമേഷൻ മാത്രമല്ല ഉള്ളത്. നമ്മളിപ്പോൾ പൊസിഷന് പകരം എനർജിയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഒരു പെർട്ടിക്കുലർ എനർജി കിട്ടാനുള്ള പ്രോബിലിറ്റിയും ഈ വേവ് ഫംഗ്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് കുറച്ചുകൂടെ വർക്ക് ചെയ്യണമെന്ന് മാത്രം. വേവ് ഫംഗ്ഷൻ ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ വർക്ക് ചെയ്യണമെന്ന് മാത്രം. പക്ഷേ ഈ വേവ് ഫംഗ്ഷൻ ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ അതിന് കാണാനുള്ള പ്രോബിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അത് മാത്രമല്ല ഉള്ളത്, ഏതൊരു മെഷർമെന്റ് ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏതൊരു മെഷർമെന്റ് ഔട്ട്കമ്മിനെ കുറിച്ചുള്ള ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിലും വേവ് ഫംഗ്ഷനിൽ നിന്ന് കുറച്ച് കാൽക്കുലേഷൻ വഴി നമുക്ക് ഒരു പെർട്ടിക്കുലർ മെഷർമെന്റ് ഔട്ട്കം ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. റൈറ്റ്, ഇപ്പോൾ E1 എന്ന് പറഞ്ഞ എനർജി കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ P1 എന്ന് പറഞ്ഞ മൊമെന്റം കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്, എല്ലാ ഇൻഫർമേഷനും വേവ് ഫംഗ്ഷനിലുണ്ട്. നമുക്ക് എക്സ്പെരിമെന്റലായിട്ട് ചോദിക്കാൻ കഴിയുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് ഈ വേവ് ഫംഗ്ഷനിൽ ഉണ്ട്. ഓക്കെ, ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻസേഴ്സ് തരുന്ന പ്രോബിലിറ്റിയുടെ ടേംസിലാണ് എന്ന് മാത്രം. ഈ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റിനാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ചിത്രം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ രീതിയിലാണ് വേവ് ഫംഗ്ഷൻ നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത്, ഇപ്പൊ ഏറ്റവും ഹൈറ്റ് കൂടുതലുള്ള സ്ഥാനമാണെങ്കിൽ അവിടെ ഈ എന്താണ് ഇലക്ട്രോണിനെ മെഷർ ചെയ്യാൻ പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. 0 ആണ് ഈ വേവ് ഫംഗ്ഷന്റെ വാല്യൂ. ഈ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് ഫംഗ്ഷൻ 0 ആണ് പുറത്തു വരുന്നെങ്കിൽ ആ പോയിന്റിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി 0 ആണ് എന്നിങ്ങനെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാനുള്ള പ്രോബിലിറ്റിയും ആക്ച്വലി ഇവിടെ കാണാനുള്ള പ്രോബിലിറ്റിയും സെയിം ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് ഇത് നെഗറ്റീവ്, വേവ് ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ നെഗറ്റീവ് ആണ്, പക്ഷെ പ്രോബിലിറ്റി സെയിം ആണ്. അതായത് വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ ആണ് നമ്മൾ ആക്ച്വലി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ ആണ് നമുക്ക് ഈ പ്രോബിലിറ്റി വരുന്നത്. വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ കടന്നു വഴി വേവ് ഫംഗ്ഷന്റെ മോഡുലസ് സ്ക്വയർ എന്ന് പറയും. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ് അസൈൻ ചെയ്യുന്നത്. കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. തൽക്കാലം സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷൻ എന്ന് ഓർത്താൽ മതി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷ്രോഡിംഗർ ഇക്വേഷൻ. സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഫർമേഷൻ നീഡഡ് ടു പ്രെഡിക്ട് ദ ഫ്യൂച്ചർ. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ വേവ് ഫംഗ്ഷൻ ആണ്. സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒബ്ജക്റ്റ് വേവ് ഫംഗ്ഷൻ ആണ്. പൊസിഷൻ മൊമെന്റ് അങ്ങനെയൊന്നുമല്ല, ഇറ്റ്സ് എ വേവ് ഫംഗ്ഷൻ. ഇനി വേവ് ഫംഗ്ഷൻ ഗിവൺ എ വേവ് ഫംഗ്ഷൻ അത് സമയത്തിൽ എങ്ങനെ ഇവോൾവ് ചെയ്യും, സമയത്തിൽ എങ്ങനെ മാറും എന്ന് കാണിക്കുന്ന ഇക്വേഷനാണ്, അതിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷനാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ടി ഉണ്ട്. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു സമയത്തുള്ള സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതൊരു ഡിറ്റർമിനിസ്റ്റിക് എവല്യൂഷനാണ്. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്തെ സ്റ്റേറ്റ് തരികയാണെങ്കിൽ, ഏതെങ്കിലും സമയത്തെ സ്റ്റേറ്റ് നമുക്ക് അറിയാമെങ്കിൽ മറ്റേതൊരു സമയത്തെ സ്റ്റേറ്റും ഷ്രോഡിംഗർ ഇക്വേഷൻ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിറ്റർമിൻസ് കംപ്ലീറ്റ്ലി ദ സ്റ്റേറ്റ് അറ്റ് എനി അതർ ടൈം. ഓക്കെ, അതില് ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പ്രോബബിലിസ്റ്റിക് ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ലേ? അതായത് വേവ് ഫംഗ്ഷൻ ഡിറ്റർമിൻഡ് ആണ്, അതായത് സ്റ്റേറ്റ് ഡിറ്റർമിൻഡ് ആണ്. അത് ഞാൻ പറഞ്ഞത് ഇവിടെ രണ്ട് തരത്തിൽ നമ്മൾ കാണണം. ക്വാണ്ടം മെക്കാനിക്സിൽ സ്റ്റേറ്റും മെഷർമെന്റ് ഔട്ട്കംസും ഇത് രണ്ടും തമ്മിൽ വളരെ സറ്റിൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇതില്ല. നമുക്ക് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് അറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഷർമെന്റ് ഔട്ട്കംസും അറിയാം. ക്വാണ്ടം മെക്കാനിക്സിൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് അറിയാമെങ്കിൽ ഡിഫറെന്റ് മെഷർമെന്റ് ഔട്ട്കംസിനെ കുറിച്ചുള്ള പ്രോബബിലിറ്റി മാത്രം നമുക്ക് അറിയൂ. സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അറിയാമെങ്കിലും, ഈവൻ ഇഫ് യു നോ ദ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി, അതായത് വേവ് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അറിയാമെങ്കിലും ഇറ്റ് ഗിവ്സ് യു ഓൺലി ഡീറ്റെയിൽസ്, ഇറ്റ് ഗിവ്സ് യു ഓൺലി പ്രോബബിലിറ്റീസ് ഫോർ വേരിയസ് ഔട്ട്കംസ്. ഏത് ഔട്ട്കം ആണ് സംഭവിക്കാന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് തന്നാല് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് എത്ര പ്രോബബിലിറ്റിയിൽ എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം ഡിറ്റർമിൻഡ് ആണ്. പ്രോബബിലിറ്റീസ് ഡിറ്റർമിൻഡ് ആണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് ഔട്ട്കം ആണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് ഡിറ്റർമിൻഡ് അല്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിറ്റർമിൻഡ് അല്ല. അവിടെ 50% ഇവിടെ 50% എന്നുള്ള കാര്യം ഡിറ്റർമിൻഡ് ആണ്. പക്ഷെ എങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഏത് സ്ലിറ്റിലാണ് എക്സാക്ട്ലി ഉണ്ടാവാൻ പോകുന്നത് ഡിറ്റർമിൻഡ് അല്ല. അതായത് എഫക്റ്റീവ്ലി ഈ പ്രോബബിലിറ്റീസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യാന്നുള്ളതാണ് ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ പറഞ്ഞു തരുന്നത്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് സ്റ്റേറ്റ് ഡിറ്റർമിൻഡ് ആണ്, സ്റ്റേറ്റിന്റെ എവല്യൂഷൻ ഡിറ്റർമിൻഡ് ആണ്. അതെ, ഇതുവരെ ഓക്കെയാണ്. അപ്പൊ ഇതാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. അതെ, സ്റ്റേറ്റ് പ്ലസ് ടൈം എവല്യൂഷൻ.
ഇതാണ് മൊത്തം ലോകം അതെ ശരിക്കും അതെ പറഞ്ഞ. അതെ ഓക്കെ. നമ്മള് ക്വാണ്ടം ലോകം, ക്വാണ്ടം സിസ്റ്റം ഇങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്. ഇത് ഓക്കെ. ക്ലാസിക്കൽ അപ്പം മെക്കാനിക്സിലുള്ള ന്യൂട്ടൺസ് ഇക്വേഷനായിട്ട് നമുക്ക് അനലോഗസ് ആണെന്ന് പറയാം. അവിടെ സ്റ്റേറ്റിന്റെ അതെ. ഇവല്യൂഷൻ കാണിക്കുന്ന ഒരു ഇക്വേഷൻ. പക്ഷെ അവിടെ ലക്കിലി സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മെഷർമെന്റ് ഔട്ട്കമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിൽ വി ആർ നോട്ട് സോ ഫോർച്ചുനേറ്റ്. സ്റ്റേറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ പോലും ഡിഫറെന്റ് മെഷർമെന്റ് ഔട്ട്കംസിനെ കുറിച്ചുള്ള പ്രോബബിലിറ്റി മാത്രം നമുക്ക് തരുന്നുള്ളൂ. ഓക്കെ. അപ്പം ക്ലാസിക്കലില് 100% പ്രോബബിലിറ്റി ഗെയിമാണ്. ഇപ്പൊ എവിടെയാന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് 100% പ്രോബബിലിറ്റി എനിക്ക് പറയാം നെക്സ്റ്റ് എവിടെ ഉണ്ടാവുന്നത്. അതെ അതെ ഇവിടുന്ന് ഒരു ബോൾ ഉരുട്ടിയാല് 100% ഷുവർ ആണ് ബോൾ അവിടെ എത്തും എന്നുള്ളത്. അതെ അതെ ഓക്കെ. ഓക്കെ. അപ്പം നമുക്ക് വേണ്ട ഡെഫിനിഷൻസ് ഒക്കെ ആയോ? ആയി. ക്വാണ്ടം മെക്കാനിക്സിന് 100% ഗെയിമാണ്. നമ്മൾ സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ് അതെ. നമുക്കറിയാം. പക്ഷെ സ്റ്റേറ്റിന്റെ അകത്ത് എന്തായിട്ടുള്ളത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാം. ഓക്കെ. പക്ഷെ സ്റ്റേറ്റിന്റെ അകത്ത് കുറെ പ്രോബബിലിറ്റി ഗെയിംസ് ഉണ്ട്. സ്റ്റേറ്റ് ഡിറ്റർമിൻഡ് ആണ്. സ്റ്റേറ്റ് ഡിറ്റർമിൻഡ്. ഓക്കെ. അപ്പം നമുക്ക് വേണ്ട ഡെഫിനിഷൻസ് ഒക്കെ സെറ്റായി അല്ല. പിന്നെ അപ്പൊ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാല് ഇതിപ്പം ഒരാൾ വന്നിട്ട് പറയണ ഓക്കെ ഇതൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ മൈക്രോ വേൾഡിൽ നടക്കണമെന്ന്, ക്വാണ്ടം വേൾഡ്, ഇലക്ട്രോണില് എനക്കെന്താ ഇതിന് പ്രശ്നം? എന്നെ ഇത് ഒരിക്കലും എഫക്ട് ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇത് ഫുള്ള് മൈക്രോ ഫിസിക്സ് ആണല്ലോ. ഇത് മാക്രോ വേൾഡിലേക്ക് എങ്ങനെയാണ് കടന്നു വരിക ഒരു എഫക്റ്റും? അപ്പൊ ഇതിനൊരു സ്പെഷ്യൽ എക്സ്പെരിമെന്റ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വളരെ ഫേമസ് പൂച്ച. അപ്പൊ ഇവിടെ വേറെ നേരത്തെ മെഷർമെന്റിനെ കുറിച്ച് പറഞ്ഞ ഈ കോണ്ടെക്സ്റ്റിൽ ഒന്നുകൂടെ പറയണം. ഇത്ര സമയം ഞാൻ ഈ പറഞ്ഞ ടൈം എവല്യൂഷൻ എന്ന് പറയുന്നത് മെഷർമെന്റ് നടക്കാത്തപ്പോഴാണ്. ടെക്സ്റ്റ് ബുക്ക് ക്വാണ്ടം മെക്കാനിക്സ് എടുക്കുമ്പോൾ മെഷർമെന്റ് ചെയ്യാത്തപ്പോഴുള്ള ടൈം എവല്യൂഷൻ ആണ് ഇത് കാണിക്കുന്നത്. മെഷർമെന്റ് നടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേവ് ഫംഗ്ഷൻ ഒരു റാൻഡം ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കുകയാണ്. അത് കൊളാപ്സ് ചെയ്യുന്നു. എക്സാക്ട്ലി, കൊളാപ്സ് ചെയ്യുന്നു. ആ ചേഞ്ച് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്ന ചേഞ്ച് അല്ല. അതൊരു തരം മാജിക് ആണ്. അതൊരു തരം മാജിക്. അത് നമ്മൾ കയ്യിൽ നിന്നിടണം. കാരണം നമ്മുടെ എക്സ്പെരിമെന്റൽ കാരണം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു സ്ലിറ്റിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും വേവ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള അപ്പിയറൻസ് ഉണ്ട്. there is an appearance that it seems that the wave function collapses to one of the possibilities. മെഷർ ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ്സ് എ സൂപ്പർ പൊസിഷൻ ഓഫ് പോസിബിലിറ്റീസ്. മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് കൊളാപ്സസ് ടു വൺ ഓഫ് ദ പോസിബിലിറ്റീസ്. പക്ഷേ ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നില്ല. ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് മെഷർമെന്റ് നടക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഷ്രോഡിംഗർ ഇക്വേഷൻ ജസ്റ്റ് ഈ പ്രോബബിലിറ്റീസ് മാത്രം പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഡെഫിനിറ്റ് ഔട്ട്കം വരുന്നുണ്ട്. അത് ഷ്രോഡിംഗർ ഇക്വേഷന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ ഡെഫിനിറ്റ് ഔട്ട്കം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്നുള്ള കാര്യം ഷ്രോഡിംഗർ ഇക്വേഷന് പറയാൻ പറ്റുന്നില്ല. അതെ. വേവ് ഫംഗ്ഷൻ അപ്പിയേഴ്സ് ടു ചേഞ്ച് ഡ്യൂറിംഗ് മെഷർമെന്റ്. ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചുള്ള ഒരു ചേഞ്ച് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിന്റെ ടൈം എവല്യൂഷൻ കാണിക്കുന്നതാണ്. ഇതൊരു ടൈം എവല്യൂഷൻ ആണ്. സിസ്റ്റത്തിന് സംഭവിക്കുന്ന ഒരു ചേഞ്ച് ആണ്. പക്ഷെ ഈ ചേഞ്ച് ഷ്രോഡിംഗർ ഇക്വേഷൻ ഗവേൺ ചെയ്യുന്ന ചേഞ്ച് അല്ല. ഷ്രോഡിംഗർ ഇക്വേഷൻ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് പറയുന്നില്ല. അപ്പൊ അത് എക്സ്പെരിമെന്റൽ നമ്മുടെ റിയൽ വേൾഡിൽ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ഈ കൊളാപ്സ് എന്നുള്ളത്. ഇക്വേഷൻ വരുന്ന സാധനമല്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്കുകൾ ഇതിന് ചെയ്യുന്നത് ഈ സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഞാൻ പഠിപ്പിക്കുമ്പോഴും ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള മെത്തേഡ് ഇതാണ്. ഇത് റൂൾ ആയിട്ട് എടുക്കുകയാണ്. അതായത് നമ്മൾ മെഷർ ചെയ്യാത്തപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്യും. മെഷർമെന്റ് നടത്തി കഴിയുമ്പോൾ എൻറ്റയർലി വേറൊരു റൂൾ ടേക്ക് ഓവർ ചെയ്യുകയാണ്. സോ അപ്പൊ ശരിക്കും 2 ഇവല്യൂഷൻ റൂൾസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ. ഒന്ന് മെഷർമെന്റിന്റെ ഇടയിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചുള്ള ടൈം എവല്യൂഷൻ. അടുത്തത് നമ്മൾ മെഷർമെന്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന റാൻഡം ആയിട്ടുള്ള ഒരു ചേഞ്ച്. ഇങ്ങനെ രണ്ട് ടൈം എവല്യൂഷൻ ഉണ്ട്. 2 തരം ടൈം എവല്യൂഷൻ ഉണ്ട്. ഇത് ഓൾറെഡി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതായി വരികയാണ്. കാരണം വി ആർ മേക്കിംഗ് മോർ ആൻഡ് മോർ അസംഷൻസ്. ന്യൂട്ടൺസ് ഇക്വേഷൻ ആണ് കുഴപ്പമില്ല. എല്ലാ സമയത്തും ന്യൂട്ടൺസ് ഇക്വേഷൻ അനുസരിച്ചാണ് ഇവോൾവ് ചെയ്യുക. ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടി വരികയാണ്. മെഷർ ചെയ്യാത്തപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്യും. മെഷർ ചെയ്യുന്ന സമയത്ത് വേറെ രീതിയിൽ അതിനൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതേസമയത്ത് എന്തുകൊണ്ടായി മാറ്റം ഉണ്ടാകുന്നതെന്നോ ഈ വേവ് മെഷർമെന്റ് പ്രോസസ് എന്താണെന്നൊന്നും വെൽ ഡിഫൈൻഡും അല്ല. മൈക്രോസ്കോപ്പിക്കിലേക്ക് വരാം അല്ലെ? മൈക്രോസ്കോപ്പിക്കിലേക്ക് വരാം. അപ്പൊ ഈ ഷ്രോഡിംഗർ ആണല്ലോ ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതിയത്. അപ്പൊ ആള് ഒരു ഡിറ്റർമിനിസ്റ്റിക്, എല്ലാ രീതിയിലും ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഈ ഇക്വേഷന്റെ ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. ഈ സൂപ്പർ പൊസിഷനും അതുപോലെ മെഷർമെന്റ് ഔട്ട്കംസിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു എക്സ്ട്രാ റൂൾ കൊണ്ടുവരേണ്ടി വരുന്നു എന്നുള്ളതെല്ലാം
ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. കാരണം മെഷർമെന്റ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നില്ല. ഇറ്റ് സീംസ് ദാറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഡസന്റ് സേ എനിത്തിങ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിംഗ് എ മെഷർമെന്റ്. ഓക്കെ, അപ്പൊ ഷ്രോഡിംഗറിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഷ്രോഡിംഗർ പറഞ്ഞത് ഐ എം സോറി ഐ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. കാരണം ഇത് ഒരു നെയ്റ്റ്സോനെ കുറിച്ചുള്ള ഒരു ഫണ്ടമെന്റൽ തിയറി ഈ രീതിയിൽ ആവാൻ പാടില്ല അല്ലെ. ഇത് വളരെ വേഗാണ്, മെഷർമെന്റ് എന്താണെന്ന് അറിയില്ല, അൺഡിഫൈൻഡ് ആണ്. സോ അപ്പൊ ഇത് ഷ്രോഡിംഗർ പറഞ്ഞ ഐ എം സോറി ഐ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അപ്പൊ ഷ്രോഡിംഗർ ശരിക്കും ഇതിനെ ഡിസ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പൊ ഒരു എന്താണ് റിഡക്റ്റോ ആഡ് അബ്സേർഡ് എന്ന് പറയുമല്ലോ, ഇതിനൊരു അബ്സേർഡ് കൺക്ലൂഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് വാലിഡ് അല്ല എന്ന് പറയാൻ വേണ്ടി മുന്നോട്ട് വെച്ച ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണ് ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിനെ ആ നിലയിലല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ആണ് സിസ്റ്റം, ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മുടെ ലോകത്തിനെ കുറിച്ചുള്ള ശരിയായ തിയറി എങ്കിൽ ഷ്രോഡിംഗർ അന്ന് ഇമാജിൻ ചെയ്ത സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക എന്നായിരിക്കും നമ്മൾ വിശദീകരിക്കുക. നമ്മളൊരു റിഡക്റ്റീവ് ആയിട്ട് അബ്സേർഡമായിട്ടല്ല ഇത് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് മെൻഷൻ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്ന് പറഞ്ഞ തോട്ട് എക്സ്പെരിമെന്റ് നോക്കാൻ കഴിയും. അപ്പൊ ഷ്രോഡിംഗർ പറഞ്ഞതാണ് ക്വാണ്ടം മെക്കാനിക്സ് ഈ രീതിയിൽ ആണ്, ഇത് ശരിയാണെങ്കിൽ, ഇഫ് ക്വാണ്ടം മെക്കാനിക്സ് ഇസ് കറക്റ്റ്, then there is a situation where we can imagine or we can think of situations where a cat could be alive and dead at the same time. അതായത് പൂച്ച ഒരേ സമയത്ത് ജീവനോടെയും ജീവനില്ലാതെയും ഇരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും എങ്ങനെയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെങ്കിൽ. അതിനുവേണ്ടി ഷ്രോഡിംഗർ മുന്നോട്ട് വെച്ചൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണിത്. അപ്പോൾ ഷ്രോഡിംഗറിന്റെ ഐഡിയ ഇതാണ്. നമ്മളിപ്പോൾ പറഞ്ഞു മൈക്രോസ്കോപ്പിക് ലോകത്താണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ നിയമങ്ങൾ വാലിഡ് ആയിട്ടുള്ളതെന്ന്. ഈ മൈക്രോസ്കോപ്പിക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാക്രോസ്കോപ്പിക് ലോകത്തേക്ക് ഒന്ന് മാഗ്നിഫൈ ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഒരു സിംഗിൾ റേഡിയോ ആക്റ്റീവ് ആറ്റം, ഒരു പെട്ടിയുണ്ട്. പെട്ടി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചുറ്റുള്ള എൻവയോൺമെന്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ്. ഈ പെട്ടിയിലുള്ള എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ്സ് വളരെ സിമ്പിൾ ആണ്. ഒരു സിംഗിൾ റേഡിയോ ആക്റ്റീവ് ആറ്റം ഉണ്ട്. റേഡിയോ ആക്റ്റീവ് ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റം റേഡിയേറ്റ് ചെയ്യും. പക്ഷേ ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോസസ് ആണ്. ഓക്കെ, അതായത് ഇനീഷ്യലി നമുക്ക് അൺറേഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റം ഉണ്ടെങ്കിൽ, റേഡിയോ ആക്റ്റീവ് ആറ്റം ഉണ്ടെങ്കിൽ, ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ഇവോൾവ് ചെയ്യും. ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് ഇവോൾവ് ചെയ്തിട്ട് റേഡിയേറ്റഡും അല്ലെങ്കിൽ ഡീക്കേഡ് എന്ന് പറയാം, ഡീക്കേഡിന്റെയും നോൺ ഡീക്കേഡിന്റെ ഒരു സൂപ്പർ പൊസിഷനിലായിരിക്കും ആറ്റം ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. ഇനീഷ്യലി നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇനീഷ്യലി നമ്മളൊരു നോൺ ഡീക്കേഡ് ആറ്റം എടുത്ത് സ്റ്റാർട്ട് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ റേഡിയേറ്റ് ചെയ്യുമ്പോൾ റേഡിയേറ്റ് ചെയ്യില്ല എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയുന്നില്ല, അതിന്റെ പ്രോബിലിറ്റീസ് ആണ് പറയുന്നത്. എന്ന് മാത്രമല്ല നമ്മൾ പറഞ്ഞ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൊക്കെ കണ്ടതുപോലെ ഇറ്റ് ഷുഡ് ബി ഇൻ എ സൂപ്പർ പൊസിഷൻ ഓഫ് ബോത്ത് പോസിബിലിറ്റീസ്. അപ്പൊ അങ്ങനെ റേഡിയോ ആക്റ്റീവ് ആറ്റം ഉണ്ട്. അപ്പൊ അതിൽ വേറെ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ഉണ്ട്. ഇതൊരു റേഡിയേഷൻ ഡിറ്റക്ടർ ആണ്. ഇവിടെയുള്ള ഒരു റേഡിയേഷൻ ഡിറ്റക്ടർ ആണ്. ഇതാണ് റേഡിയേഷൻ ഡിറ്റക്ടർ. റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ റേഡിയേഷൻ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചുറ്റിക താഴേക്ക് വീഴും. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ വെച്ചിരിക്കുന്നു. ചുറ്റിക താഴേക്ക് വീഴും. ചുറ്റികയുടെ ചോട്ടിലുള്ള ഒരു സയനൈഡ് ബോട്ടിലാണ്, സയനൈഡ് ഗ്യാസിന്റെ ഒരു ബോട്ടിലാണ്. ഓക്കെ, അപ്പൊ ഇത് ചുറ്റിക ഇതിലേക്ക് വീണത് പൊട്ടി സയനൈഡ് ഗ്യാസ് അല്ലെ പോയിസണസ് ഗ്യാസ് പെട്ടിയിൽ നിറയും. പെട്ടിക്കകത്ത് വേറെ ആളും കൂടെ ഉണ്ട്, അതാണ് ഈ പൂച്ച, ഷ്രോഡിംഗറുടെ പൂച്ച. ഇപ്പൊ ക്ലാസിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ സംഭവിക്കുന്നതാണ്, റേഡിയോ ആക്റ്റീവ് ആറ്റം ഉണ്ട്, അത് ഡീകേ ചെയ്യുകയാണെങ്കിൽ ചുറ്റിക താഴെ വീഴും, കുപ്പി പൊട്ടും, പൂച്ച ചാവും, ക്യാറ്റ് വുഡ് ഡൈ. ഇനി റേഡിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് റേഡിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പൂച്ച ജീവനോടെ തന്നെ ഉണ്ടാവും. ഇതാണ് നമ്മൾ ക്ലാസിക്കലി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡീക്കേഡ് പ്ലസ് നോട്ട് ഡീക്കേഡ് എന്നുള്ളതായിരിക്കും. ഇത് ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ചുള്ള എവല്യൂഷൻ ആണ്. ഇങ്ങനെയായിരിക്കും അതിന്റെ സ്റ്റേറ്റ് കുറച്ച് കഴിയുമ്പോൾ, ഈ ഒരു സൂപ്പർ പോസ്ഡ് സ്റ്റേറ്റിലായിരിക്കും റേഡിയോ ആക്റ്റീവ് ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ. ഇനി ശരിക്കും ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത് ഇങ്ങനെയുള്ള നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഡിവിജ്വൽ സിസ്റ്റംസിന്റെ വേവ് ഫംഗ്ഷൻ അല്ല പറയുന്നത്, കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സിസ്റ്റം, നമുക്കിവിടെ സിസ്റ്റം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഇവിടെ 2 സാധനങ്ങളുണ്ട്, 2 അല്ല കുറെ സാധനങ്ങൾ, 2 മാത്രം എടുക്കാം. എന്താണ്? പൂച്ചയുണ്ട്, ആറ്റവും ഉണ്ട്. അപ്പൊ ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് പൂച്ചയുടെയും ആറ്റത്തിന്റെയും കൂടെ കമ്പൈൻഡ് സ്റ്റേറ്റ് ആണ്. ഇനി ഷ്രോഡിംഗർ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം, ഡീക്കേഡ് ആകുകയാണെങ്കിൽ പൂച്ച cat will die, right? So we'll say dead. പൂച്ചയുടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡെഡ് പ്ലസ് എലൈവ് എന്ന് എഴുതാം. ഞങ്ങൾക്ക് ഇത് അക്യുറേറ്റ് അല്ല, ഞാൻ അത് വിശദീകരിക്കാം. പക്ഷെ ജനറലി ഇതാണ് സംഭവിക്കുക. കാരണം ഡീക്കേഡ് ആണെങ്കിൽ ഡെഡ് ആവും, നോട്ട് ഡീക്കേഡ് ആണ് എലൈവ് ആയിരിക്കും, റൈറ്റ്? പക്ഷെ ഇത് ഡീക്കേഡ് ആണ് നോട്ട് ഡീക്കേഡ് ആണോ എന്നുള്ളത് അതിന്റെ സൂപ്പർ പൊസിഷനിലാണ് ആറ്റം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ്ങിലി ക്യാറ്റും സൂപ്പർ പൊസിഷനിലായിരിക്കണം. ഇതാണ് ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ്
എക്സ്പെരിമെന്റിൽ പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെങ്കിൽ ആഫ്റ്റർ സം ടൈം യു ഷുഡ് എക്സ്പെക്ട് എ ക്യാറ്റ് ടു ബി ഇൻ എ സൂപ്പർ പൊസിഷൻ ഓഫ് ഡെഡ് ആൻഡ് എലൈവ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ അതിന് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാം. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ക്വാണ്ടം മെക്കാനിക്സ് അത് ഷ്രോഡിംഗർ ഇക്വേഷനുള്ള ഒരു ഡീറ്റെയിൽ ആണ്. നമുക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ അല്ല ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. പക്ഷെ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഉദാഹരണത്തിനെങ്കിൽ ആറ്റവും പൂച്ചയുണ്ടെന്ന് കരുതുക, ആറ്റം ക്യാറ്റ്, ഈ സിസ്റ്റത്തിന്റെ കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പൊ ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഈ കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനീഷ്യലി ഇതാണ് കമ്പൈൻഡ് സ്റ്റേറ്റ്. ഓക്കെ, ആറ്റം നോട്ട് ഡീക്കേഡ് ആണ്, ക്യാറ്റ് അലൈവ് ആണ്. ഇത് ഇങ്ങനെയാണ് നമ്മൾ പെട്ടിക്കുള്ളിൽ വെച്ചത്. ഓക്കെ, ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സൂപ്പർ പൊസിഷനിലേക്കാണ് പോകുന്നത്. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ ആറ്റം ഇസ് നോട്ട് ഡീക്കേഡ്, ആ ബ്രാഞ്ചിൽ പൂച്ച അലൈവ് ആണ്. വേറൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട്, ആ ബ്രാഞ്ചിൽ the atom has decayed and the cat is dead. Okay, അപ്പൊ ഇതാണ് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് കുറച്ച് കഴിയുമ്പോൾ ഉള്ള ആറ്റം ക്യാറ്റ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ പറയുന്നത്, ഈ കാറ്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷനും ഈ ആറ്റത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷനും അല്ല. നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂല. ഒരേ വെട്ടിയിലുള്ള സാധനം ആയതുകൊണ്ട് എല്ലാത്തിനും കൂടി ഒരുമിച്ചിട്ട് ഒരു സ്റ്റേറ്റ് ആണുള്ളത്. ഒരു മൊത്ത സിസ്റ്റത്തിന് ഒരു സ്റ്റേറ്റ് ആണുള്ളത്. അതിനെ പീസ് ആക്കിയിട്ട് നമുക്ക് ഇതിന് മാത്രമായിട്ട് ഈ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇന്ററാക്ഷൻ നടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് സംസാരിക്കാം. പക്ഷെ ഇന്ററാക്ഷൻ നടന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തുകയാണത്. ഇനി നമുക്ക് ഒരിക്കലും പൂച്ചയുടെയും ആറ്റത്തിന്റെ സ്റ്റേറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിനാണ് എൻറ്റാങ്കിൾഡ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. റഫായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ പൂച്ച എന്ന് പറയുന്നത്, പൂച്ച നമുക്ക് ഈ എലൈവ് ഡെഡ് എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇറ്റ് കുഡ് ബി എനി ക്വാണ്ടം ഒബ്ജെക്ട്, സ്പിൻ ആവും. പക്ഷെ നമുക്ക് തൽക്കാലം പൂച്ചയുടെ കഥ മാത്രം പറയാം. രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ, ബീങ് എലൈവ് ഓർ ബീങ് ഡെഡ്. ഓക്കെ, ശരിക്കും ബാക്കി സാധ്യതകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. വി ആർ ജസ്റ്റ് കൺസിഡറിങ് ഇറ്റ് ആസ് എ 2 സ്റ്റേറ്റ് സിസ്റ്റം, രണ്ട് പോസിബിൾ സ്റ്റേറ്റുള്ള സിസ്റ്റം ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ സിസ്റ്റത്തിന്റെ ഒരു ഈ പൂച്ചയും ആറ്റവും അടങ്ങിയ സിസ്റ്റത്തിന്റെ ഒരു എൻറ്റാങ്കിൾഡ് സൂപ്പർ പൊസിഷൻ ആണ്. ഇതിനൊരു എൻറ്റാങ്കിൾഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് പൂച്ച ആറ്റവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പൂച്ച ആറ്റവുമായിട്ട് എൻറ്റാങ്കിൾഡ് ആവുകയാണ്. അതായത് നമുക്ക് ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാം, ഇനീഷ്യലി ഡീക്കേഡ് പ്ലസ് നോട്ട് ഡീക്കേഡ് ആണ് ആറ്റം. ഓക്കെ, ഇതിനെ പൂച്ചയുടെ സ്റ്റേറ്റുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്, അതായത് ഇന്ററാക്ട് ചെയ്യാണ്. ഈ ഇന്ററാക്ഷൻ സംഭവിക്കുമ്പോൾ ഡീക്കേഡുമായിട്ട് ക്യാറ്റ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് നമുക്കറിയാം, നോട്ട് ഡീക്കേഡുമായിട്ട് ക്യാറ്റ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അറിയാം. കാരണം ഡീക്കേഡ് ആണ് പൂച്ച ഡെഡ് ആണ്, നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ പൂച്ച എലൈവ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. ഇത് കണ്ട് നമുക്ക് അറിയാമെങ്കിൽ കുറച്ച് കഴിയുമ്പോഴുള്ള പൂച്ചയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡീക്കേഡ്. നമുക്ക് തൽക്കാലം പൂച്ച ചാകുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെന്റിൽ എഴുതുകയാണെങ്കിൽ ഡീക്കേഡ് ആൻഡ് എലൈവ് ക്യാറ്റ് പ്ലസ് നോട്ട് ഡീക്കേഡ് ആൻഡ് എലൈവ് ക്യാറ്റ് എന്ന് എഴുതാം. തൽക്കാലം ഇങ്ങനെ എഴുതാം. പക്ഷെ തൊട്ടടുത്ത മൊമെന്റിൽ എന്ത് സംഭവിക്കും, ഡീക്കേഡ് ആൻഡ് ക്യാറ്റ് എന്ന് പറയുന്നത് ഡെഡ് ക്യാറ്റ് ആണ് അല്ലേ. അപ്പൊ ദിസ് ബിക്കംസ് ഡീക്കേഡ് ആൻഡ് ഡെഡ് ക്യാറ്റ്, this becomes not decayed and alive cat. Right? അതായത് ഇനീഷ്യലി ഇങ്ങനെ ഒരു സിസ്റ്റം ഈ രീതിയിലുള്ള സ്റ്റേറ്റിലേക്ക് ഇവോൾവ് ചെയ്യും. ഇത് ജസ്റ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ്, വേറെ ഒന്നുമില്ല. ഇവിടെ വേറെ നമ്മൾ കൈ നിട്ടിട്ടില്ല. ഷ്രോഡിംഗർ ഇക്വേഷൻ ഇങ്ങനെയാണ് ഈ സിസ്റ്റം ബിഹേവ് ചെയ്യാൻ എന്നാണ് പ്രൊഡിക്ട് ചെയ്യുന്നത്. ഇത് പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. ഡീക്കേഡ് ആണെങ്കിൽ ക്യാറ്റ് ഡെഡ് ആണ്, നോട്ട് ഡീക്കേഡ് ആണെങ്കിൽ എലൈവ് ആണ്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ ഇതുവരെ ക്ലിയർ ആണ്. എൻറ്റാങ്കിൾഡ് സൂപ്പർ പൊസിഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ദിസ് ഇസ് ജസ്റ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. റൈറ്റ്, ഇതുവരെ നമ്മൾ വേറൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി നമുക്കറിയാം, പെട്ടി തുറന്നു നോക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പൂച്ച ഒന്നുകിൽ ജീവനോടെ ഉണ്ടാവും അല്ലെങ്കിൽ ജീവനില്ലാത്ത പൂച്ചയായിരിക്കും കാണുന്നത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്, എന്ത് എക്സ്പെരിമെന്റ് നടത്തിയാലും ഇങ്ങനെ ഒരു ഔട്ട്കം ആണ് കിട്ടുക നമുക്കറിയാം. റൈറ്റ്, നമ്മളിപ്പോൾ എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിൽ റൈറ്റ്, നമ്മൾ അതായത് പെട്ടി തുറന്നു നോക്കണം, ഒബ്സർവർ ഈ പെട്ടി തുറന്നു നോക്കുകയാണ്. അതായത് നമ്മൾ വേറെ ആളുടെ പൂച്ചയാണ് പെട്ടിക്കകത്ത് അടച്ചെന്ന് കരുതുക. വളരെ ക്രൂവലാണ് അല്ലേ, പക്ഷെ നമുക്ക് തോട്ട് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇയാൾ ഓടി വന്ന് തുറന്നു നോക്കണം എന്റെ പൂച്ചയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണ് പ്രൊഡിക്ട് ചെയ്യുന്നത് ആദ്യം നോക്കാം. റൈറ്റ്, അപ്പൊ നമ്മൾ നോക്കുക, ഇയാൾ പെട്ടി തുറന്ന് നോക്കുന്നതിന് മുമ്പ് പൂച്ചയുടെ സ്റ്റേറ്റ് ഇതാണ്. പൂച്ച ആറ്റം സിസ്റ്റത്തിന്റെ കമ്പൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അത് ക്ലിയർ ആണല്ലോ. ഇനി ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ ഒബ്സർവർ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ ബ്രാഞ്ചുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ ഒബ്സർവർ ഹാപ്പി ആയിരിക്കും. ഒബ്സർവറിന്റെ സ്റ്റേറ്റിനെ ഹാപ്പി എന്ന് പറയാം, റിലീവ്ഡ്. ഓക്കെ,
ഈ ബ്രാഞ്ചുമായിട്ട് ഇന്ററാക്ട് ഇങ്ങനെയാണ് സ്റ്റേറ്റ് എങ്കിൽ ഒബ്സർവർ സാഡ് ആയിരിക്കും. അപ്പൊ ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത് ആക്ച്വലി ഈ ഒബ്സർവർ എന്ന് പറയുന്നത് ഒബ്സർവറിലേക്കും കൂടെ ഈ ഒരു സൂപ്പർ പൊസിഷൻ സ്പ്രെഡ് ചെയ്യും എന്നാണ്. അതാണ് ക്വാണ്ടം മെക്കാനിക്സ്. നമ്മൾ ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒബ്സർവർ കാണുകയാണെങ്കിൽ ഇതാണ് കാണുന്നെങ്കിൽ അതും കൂടെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം. ഈ കേസിൽ എന്താ ഡിക്കേഡും നോട്ട് ഡിക്കേഡും ആ കാറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ ഈ മൊത്ത സാധനം മാനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം സ്വാഭാവികമായിട്ടും. അപ്പൊ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് ഇതാണ് ആറ്റം കാറ്റ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എങ്കിൽ ഇതുമായിട്ട് മനുഷ്യൻ ഈ ഒബ്സർവർ തുറന്നു നോക്കുമ്പോൾ കമ്പൈൻഡ് സിസ്റ്റത്തിൽ എന്തൊക്കെയായി? ഇപ്പോ നോട്ട് ഡീക്കേഡ് ആറ്റമായി, എലൈവ് കാറ്റായി, അതുപോലെ ഹാപ്പി മാൻ, ഹാപ്പി ഗേൾ, ഓക്കെ, ഡീക്കേഡ്, ഡെഡ്, സാഡ്. അപ്പൊ ഷ്രോഡിംഗർ ഇക്വേഷൻ അനുസരിച്ച് കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കേണ്ടതാണ്. ദിസ് ഇസ് ജസ്റ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇതുവരെ നമ്മളൊന്നും കൈ നെട്ടിട്ടില്ല. പക്ഷെ നമുക്ക് എന്താ അറിയാം, തുറന്നു നോക്കുമ്പോൾ എപ്പോഴും ഡെഡ് അല്ലെങ്കിൽ എലൈവ് ക്യാറ്റ് ആണ് കാണുക അറിയാം. അതായത് ഷ്രോഡിംഗർ ഇക്വേഷൻ ഇതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ കാണുന്നത് ഇങ്ങനെ എന്തോ സംഭവിക്കുന്നതായിട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ ജീവനുള്ള പൂച്ചയാണ് കണ്ടതെന്ന് കരുതുക, മറ്റേ പോസിബിലിറ്റി നമ്മൾ അറിയുന്ന പോലും ഇല്ല. Okay, so it seems that the state has changed to this instead of to this. അപ്പൊ ഇതിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് this is just ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇതിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു ചേഞ്ച് ആണ്. ഒരു കൊളാപ്സ് ആണ്, ഒരു വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതെ ഇങ്ങനെയാ നമ്മൾ കാണുക. ഇലക്ട്രോൺ സ്ലിറ്റിൽ കണ്ടതുപോലെ നമ്മൾ കാണാൻ പോകുന്ന ഇതാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് റൂൾസ്. ഇതാണ് ഒരു റൂൾ ഷ്രോഡിംഗർ ഇക്വേഷൻ. പക്ഷെ ഇവിടെ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് സീംസ് ദാറ്റ് വി ഗെറ്റ് എ റോങ് റിസൾട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സ്ട്രാ റൂൾ വരെയാണ്, വെൻ യു മേക്ക് എ മെഷർമെന്റ് അതല്ല സംഭവിക്കുക, പകരം ഇതാണ് സംഭവിക്കുക. മെഷർമെന്റ് നടത്തുന്ന സമയത്ത് ഷ്രോഡിംഗർ ഇക്വേഷൻ വാലിഡ് അല്ല. ദിസ് ഇസ് ടെക്സ്റ്റ് ബുക്ക് ക്വാണ്ടം മെക്കാനിക്സ്. പക്ഷെ ഇവിടെ വീണ്ടും മെഷർമെന്റ് എന്താണ്, എന്ത് ചെയ്യുമ്പോഴാണ് മെഷർമെന്റ് ആകുന്നുള്ളത് ഡിഫൈൻഡ് അല്ല. പണ്ടാര പറഞ്ഞ പോലെ ഈ മെഷർമെന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക, യു നോ വെൻ യു സീ ഇറ്റ് എന്ന് പറയുന്ന പോലെ. കാരണം ഈ ബോക്സിന്റെ അകത്ത് ഈ പൂച്ച തന്നെ ഒരു മെഷർമെന്റ് നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോ അവിടുത്തെ തന്നെ തീർന്നേനെ. ഒന്നിക്ക് ഡീക്കേഡ് അല്ലെങ്കിൽ നോൺ ഡീക്കേഡ് ആയിട്ട് ആ കൊളാപ്സ് അതിന്റെ അകത്ത് തന്നെ നടന്നേനെ, ബോക്സിന്റെ അകത്ത്. എക്സാക്ട്ലി. പൂച്ചക്ക് കൊളാപ്സ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നെങ്കിൽ. അതെ അതെ. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോളോ ചെയ്യാണ്. അതെ, ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോളോ ചെയ്ത് നമ്മൾ ഇവിടം വരെ എത്തിയത്. പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞുള്ള കാര്യം ആണ് നമുക്കിനി ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ പോയിന്റിൽ വെച്ച് ഈ റൂൾ ബ്രേക്ക് ചെയ്തിട്ട് പകരം പറയാണ് നമ്മൾ നോക്കിയപ്പോ ഇതാണ് സംഭവിച്ചെന്നുള്ളത്. ഇനി പൂച്ച നോക്കിയപ്പോ ഇത് സംഭവിച്ചിട്ടുണ്ടാകുന്നുള്ള ചോദ്യം അവിടെ വാലിഡ് ആണ്. അതെ, അതുകൊണ്ടാണ് മെഷർമെന്റ് അൺഡിഫൈൻഡ് ആവുന്നത്. വെൻ ഡസ് എ മെഷർമെന്റ് ഹാപ്പൻ? അതെ, ഞാൻ നോക്കണോ, പൂച്ച നോക്കിയാൽ മതിയോ, അതെ, അല്ലെങ്കിൽ അവിടെ ഒരു ക്യാമറ വെച്ചാൽ മതിയോ, എന്താണെന്ന് മെഷർമെന്റിന് ഒരു ക്ലിയർ ഡെഫിനിഷൻ ഇല്ല. അതാണ്. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പം ഈ മെഷർമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പലരും, അല്ലെങ്കിൽ മനസ്സിലാക്കാനാണ് പലരും പല ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരുന്നത്, അല്ലേ? അതെ, ക്വാണ്ടം മെക്കാനിക്സിന് മൊത്തത്തിലും സ്പെസിഫിക്കലി മെഷർമെന്റ് ഇത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള എലിമെന്റ് ഉള്ള നല്ലതല്ല. അപ്പൊ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ശ്രമിക്കേണ്ട കാര്യം. അതെ, അപ്പൊ നമുക്ക് എന്നാല് ഓരോ ഇന്റർപ്രിട്ടേഷനിലേക്ക് പോയാലോ? ഓക്കെ.